ജന്മജന്മാന്തരാജികളായിരിക്കുന്ന ഗുരുതരസുഹാവരെ സംഹൃതങ്ങളായി ചമയുമെന്നോ നിശ്ചയമക്രമല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അലിപ്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി അവസാന വിരസങ്ങളായി ദുഃഖവിശ്രിതങ്ങളായി ദുരിതോദർക്കങ്ങളായി ഇരിക്കുന്ന സംസാര സാരതരംഗങ്ങളിൽ സാരബുദ്ധ്യാ പരിഭ്രമിച്ച് വൃഥാരണ്യകാലക്ഷേപം ചെയ്ത് ദുരിതമാദിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം! മനുഷ്യജന്മം എഴുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വരും കൊള്ളാം, സുഹൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തിങ്ങനെ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച മാപക്ഷം വ്യർത്ഥമാക്കി കളയാടേണ്ടത്. ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവാൽ അപണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭഗവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിരിക്കുന്ന സങ്കടങ്ങളെ ആസകലം തന്നെ ഭാവനെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കിലേക്ക് സൗഖ്യത്തെയും പരലോകത്തിങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ ഇവിടെ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? വാസുദേവ അപ്പണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? വാസുദേവനോ? എന്തിനാകുന്നതായിട്ടുള്ളവരെ സംശയിക്കുന്നത്? കൃഷ്ണികുലാലങ്കാരഭൂതനായി സത്യഭാമാവല്ലഭനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സലനായി ലോകനായകനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഇവിടെ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം. നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കലേശകുലകലശാർണവപൂർണചന്ദ്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാര് യദുദഹനാനന്തരം ബ്രാഹ്മണ വേഷത്തെ അവലംബിച്ച് ഏകചക്രാഗ്രാമത്തിങ്കൽ വേത്രകീയനാകുന്ന ഗോത്രാസുരന്റെ ഭവനത്തിങ്കൽ ഭിക്ഷയേറ്റ് അധിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം രാത്രി സമയം അവിടെ സമാഗതന്മാരായിരിക്കുന്ന വഴിപോക്കരായിരിക്കുന്ന ബ്രാഹ്മണരുടെ മുഖത്തിങ്കൽ നിന്ന്
പാഞ്ചാലി സ്വയംവരോദന്തം ശ്രവിച്ചതിന്റെ ശേഷം അവരോടുകൂടെ അവിടെ നിന്ന് പുറപ്പെട്ട ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ഗംഗ കടന്ന് അമ്മയായിരിക്കുന്ന കുന്തി ദേവിയെ കുലാലഭവനത്തിങ്കൽ ഇരുത്തിയതിന്റെ ശേഷം പിന്നെയും അവിടെ നിന്ന് പുറപ്പെട്ട ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് പാഞ്ചാലപുരത്തെ പ്രാപിച്ച കാലത്തിങ്കൽ പാഞ്ചാലപുരത്തെ അവസ്ഥയാകട്ടെ. യോഷിതാം ഗീതം ക്വാപി ച സംവിദല്ലരഭസ പ്രോത്സാരണാനിസ്വനാ വിപ്രാണാം കുജിദശ്നരാം കളകളോ ഗംഭീരകുംഭീശ്വര പ്രധ്വാന കുജിൽ സവോദയ മഹാഘോഷ കഥ്യതേ. സവോദയ മഹാഘോഷ കഥ്യതേ. ഉത്സവോദയ മഹാഘോഷം എങ്ങനെയാണ് കഥിക്കേണ്ടത്? ഒരു ഉത്സവത്തിന്റെ ഉദയം വെച്ചാൽ ഉത്സവാരംഭം. ഒരു വിധം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര നേരമായി ഇങ്ങനെ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു ഉത്സവം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ തുടങ്ങുമ്പോ തന്നെ എങ്ങനെയാ ഘോഷം എന്ന് പറഞ്ഞാൽ തന്നെ കേമായി ഇല്ലേ? ഇവിടെ മഹാഘോഷായിട്ടൊരു ഉത്സവം അത് എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് നിശ്ചയില്ല. അതാ ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ കേമായില്ലോ. എന്താ ഉത്സവം എന്ന് പറഞ്ഞാൽ നോക്കുക. എന്താ ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറപ്പെട്ടല്ലാതെ കേട്ട് എന്താ അവിടെ നടക്കുന്നത്, ഏതാ സന്ദർഭം, ഏതാ സ്ഥലം, ഇതൊന്നും നിശ്ചയില്ല. അങ്ങനെയാണോ? ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചേന്ദ്രിയങ്ങളെയും ഒരുപോലെ രസിപ്പിക്കാൻ ഉതകുന്നതായിരിക്കണം ഉത്സവം. അങ്ങനെയുള്ളൂ എന്ന് വെച്ചാൽ നാനാവിധത്തിൽ താല്പര്യമുള്ള ആളുകൾ ഒരു പ്രത്യേക പ്രദേശത്ത് വരുമ്പോ അവരെ മുഴുവൻ ഒരുപോലെ രസിപ്പിക്കാൻ പാകത്തിന് എന്തെല്ലാം വിഭവങ്ങള് ഒരു പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിക്കില് ഉത്സവം നടക്കുന്നതാ പറയുക. അതല്ലേ എന്ന് വെച്ചാൽ എല്ലാവരും പുറപ്പെട്ടിപ്പോ ഇവിടെ വന്നു. ആവാന വൃദ്ധജനങ്ങളും ഉണ്ട്. ഇവിടെ വന്നാൽ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തരാവും എന്നുള്ളത് നിശ്ചയുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാവരും പുറപ്പെട്ടേക്കുന്നത് അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പുറപ്പെടുകയല്ലേ, അങ്ങനെ പുറപ്പെട്ടു പോന്നിരിക്കുകയല്ലേ ഇവിടെ. അപ്പൊ അങ്ങനെ ഒരു ഉത്സവത്തിന്റെ കേമത്വം അത് സാധാരണ പോലുള്ള ഒരു ഉത്സവമാണെങ്കിൽ വിരോധമില്ല. ഇത് അങ്ങനെയുള്ള ഒരു ഉത്സവത്തിന്റെ കാര്യമല്ല അവിടെ പറയാൻ പുറപ്പെടുന്നത്. പിന്നെയോ ഒരു വിവാഹോത്സവത്തിന്റെ കാര്യമാണ്. വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളോട് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനേ. ഏത് വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന നിശ്ചയ എന്താണ് തല അടിയിട്ട് കഴിയുന്നില്ല. വിവാഹം എന്ന് വെച്ചാൽ എന്തോ കഴിക്കാനുള്ള സാധനം അത് കണക്കാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പുറപ്പെട്ടു പോയ വിവാഹമാണല്ലോ. പുറപ്പെട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ലോണം തരാക്കാം. ഇപ്പൊ ഇവരോടൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആളുകളോടല്ലേ ഇപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ട് കയറുള്ളൂ ഇല്ലേ? ഇവരൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും എന്തായിരുന്നു ആ കാലം. അതാ ആലോചിക്കുന്നത് ഇല്ലേ? ആ വിവാഹം ഒരു മനുഷ്യജന്മത്തില് ഇത്രയും മംഗളകരമായിട്ടുള്ള ഒരു മുഹൂർത്തം വേറെ ഇല്ലാന്ന് വേണം പറയാനില്ലേ? ഓരോരുത്തർക്കും ഉണ്ടാവും ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടേക്കാ പോണത്? അല്ല അത് ഒഴിഞ്ഞിരുന്ന് ആലോചിക്കാന്ന് വിചാരിച്ചിട്ടാ. 10 നേരം ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും. കാരണം വിവാഹം പോലെ ഇത്രയും മംഗളകരമായിട്ടുള്ള ഒരു മുഹൂർത്തം വേറെ ഇല്ലല്ലോ. അപ്പോ അങ്ങനെ അച്ഛനമ്മമാര് തനിക്കൊരു പുത്രനെ ഒരു പുത്രിയെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ വിവാഹം അതെ ഒരു ഉത്സവമായിട്ട് നടത്തണം എന്നീ വന്നാണല്ലോ ആലോചിക്കല് പതിവ് ഇല്ലേ? അങ്ങനെ ആലോചിക്കലില്ലേ? ഇതൊക്കെ വളർന്നു വലുതായിട്ട് വേണം ഇതിന്റെ വിവാഹമൊക്കെ ഒരു ഉത്സവമായിട്ട് നടത്താൻ ഈ അച്ഛനമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു വിവാഹോത്സവത്തിന്റെ കാര്യമാണ് ഇവിടെ പറയാൻ പുറപ്പെടുന്നത്. അതും മഹാഘോഷമായിട്ടുള്ള ഒരു ഉത്സവം, ഒരു വിവാഹോത്സവം. അത് എവിടെയാണ് നടക്കുന്നത്? നേരെ എവിടെയല്ല, പാഞ്ചാല രാജധാനിയില് പാഞ്ചാല മഹാരാജാവ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അതികേമായിട്ടുള്ള രാജധാനിയില് താൻ മോഹിച്ചുണ്ടായിട്ടുള്ള ഒരു പുത്രിയുടെ വിവാഹോത്സവത്തിന്റെ കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും മോഹിക്കുന്ന പതിവുണ്ടോ? എനിക്കൊരു പുത്രി വേണമെന്ന്
ഇനിയിപ്പോ ഉണ്ടായി കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. അതെന്താണ് പുത്രി വേണമെന്ന് ആഗ്രഹിക്കുക? പുത്രി വേണമെങ്കിൽ അതിനെ നോക്കി വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലേശം ഉണ്ടാക്കിയേ. അതല്ലെങ്കിലോ അതല്ലെങ്കിൽ എവിടെ കൊണ്ടുവന്ന് ഇരുന്ന് ആരും ചോദിക്കാനും പറയാനും ഇല്ല. എന്നാൽ പുത്രി ആണെങ്കിൽ അതല്ല, സമയവും അടുത്ത് വേണം. കാരണം ഇത് എവിടേക്കാ പോണത്, എവിടുന്നാ വരണത്, എന്താ ചെയ്യാൻ ഭാവിക്കണത്. കന്യകയാണോ എന്നാൽ അതിനെ ആക്രമിക്കാനുള്ളതാണ്. ദുർബുദ്ധികൾ മുഴുവൻ നിറഞ്ഞു വശായിരിക്കണ കാലാണോ? മുമ്പത്തെ പോലെയല്ല ആണോ? കാരണം എന്താ ഉണ്ടാവുക എന്നുള്ളത് വിഷയമില്ല. അപ്പൊ കന്യകയാണെങ്കിൽ അക്ഷരമാർക്ക് നിഷ്കർഷ വേണം, ഓരോ കാര്യത്തിലും ശ്രദ്ധ വേണം. അതല്ലെങ്കിലോ എന്താ ഉണ്ടാവുക എന്നുള്ളത് വിഷയമില്ല. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ പ്രാപഞ്ചികന്മാരായിട്ടുള്ള ആളുകള് ഒരു പുത്രി ഉണ്ടാവണേന്ന് ആഗ്രഹിക്കൽ സാധാരണ പതിവൊന്നുമില്ല. പക്ഷെ ഇവിടെ പാഞ്ചാലൻ എന്തേ തനിക്കൊരു പുത്രി തന്നെ വേണം എന്നുള്ളത് ആഗ്രഹിക്കാൻ കാരണം വേറൊന്നുമില്ല, വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാൻ പതിവുണ്ടോ? ആഗ്രഹമൊക്കെ അല്ലേ, അതൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണെന്നുണ്ടോ? തലയാട്ടാനൊരു വൈഷമ്യം ഉണ്ടാവില്ലേ? ആഗ്രഹം ഉണ്ട്. അപ്പൊ എന്താ ഇപ്പൊ ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അല്ലാതെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹിക്കോ? അതില്ല. അപ്പൊ ഇവിടെ പാഞ്ചാലന് എന്തേ തനിക്കൊരു പുത്രി വേണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം ഉണ്ടായതാണെങ്കിൽ വേറെ ഒന്നുമല്ല, അദ്ദേഹം ഒരിക്കൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനെ കാണാനിടയിലോ അതാണ് ഉണ്ടായത്. അർജുനൻ അതികേമനായിട്ടുള്ള ആളാ. ഞാൻ കൂട്ടത്തിൽ ഇരിക്കണ്ട, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. അതാ എന്റെ മുഖത്ത് നോക്കിയാൽ കണ്ടല്ല, അങ്ങോട്ട് നോക്ക്. അവിടെ ആ കണ്ണും മൂക്കും ചെവി എന്തൊരു ഭംഗി അതിനെ കാണാൻ. നോക്ക്, അതിങ്ങനെ ഇരിക്കുന്നത് കണക്കാക്കൊന്നും വേണ്ട, അതിന്റെ കയ്യിലുള്ള പ്രയോഗം ഉണ്ടല്ലോ, നല്ല പ്രയോഗ. ആയുധ വിദ്യയെങ്കിൽ അർജുനനെ പോലെ ഇത്രയും കേമനായിട്ട് വേറൊരാളില്ല. അപ്പോ അങ്ങനെയുള്ള അർജുനന്റെ ആ കേമത്വം കണ്ട് പാഞ്ചാല മഹാരാജാവ് ഇങ്ങനെ ആഗ്രഹിക്കുകയുണ്ടായത്. എന്താണ്? ആ അർജുനനെ തനിക്ക് പുത്രനായിട്ട് ലഭിച്ചാൽ എത്ര നന്നായിരുന്നു. നീ എങ്ങനെ ആഗ്രഹിക്കല് പതിവില്ലേ? സാമാന്യം പോലെ ഒരു വിദ്വാനെ കണ്ടാൽ ഈ വിദ്വാൻ തിരക്കണമൊന്നുമില്ല, ഇതേപോലെ ഒരു പുത്രൻ തനിക്ക് ഉണ്ടായാൽ എത്ര നന്നായിരുന്നു. ഓലയിട്ട് കാര്യമുണ്ടോ? ഓലയിട്ട് കാര്യമില്ല. അതെന്താണ്? അതേപോലെ ഒരു സാധനത്തിനെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടു. പോലെ അതേപോലെ ഇതാണോ? ഇതല്ല. പക്ഷെ ഇതേപോലെ ആയിട്ട് കാര്യമില്ല. അർജുനനെ തന്നെയാണ് തനിക്ക് പുത്രനായിട്ട് വേണ്ടത്. അതിനിപ്പോ എങ്ങനെയാ സാധിക്കുക? വേറൊരാളുടെ പുത്രനായിട്ട് ജനിക്കല് കഴിക്കില്ലേ? അങ്ങനെ വേറൊരാളുടെ പുത്രനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പൊ തന്റെ പുത്രനാവുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കണ കാര്യമാണോ? ആദ്യം ഗ്രഹിക്കുക, പിന്നെ ആഗ്രഹിക്കുക, അങ്ങനെയൊക്കെയാണോ പറയുക? പക്ഷേ ഇനിയിപ്പോ എന്താ ചെയ്യുക? വേറൊരാളുടെ പുത്രനായിട്ട് ജനിച്ചത് തന്റെ പുത്രനാവാൻ സാധിക്കില്ലല്ലോ. അപ്പൊ പാഞ്ചാലനോ അതിയോഗ്യനായിട്ടുള്ള ആളാ. യോഗ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധിക്കുന്നത് വരെ അതിനെന്താ വേണ്ടത് എന്നുള്ളത് സദാസമയവും ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ അല്ലേ? ഒരു ആഗ്രഹം തോന്നിയാൽ എന്താണ് ഇനിയിപ്പോ അത് സാധിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്? അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് പാഞ്ചാലനൊരു യുക്തി തോന്നി. എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സാമാന്യം പോലെ പുത്രന്മാരില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ളൊരു ഉപായ. എന്താ പാഞ്ചാലന് യുക്തി തോന്നിയത്? തനിക്കൊരു പുത്രി ഉണ്ടാവുക, ആ പുത്രിയെ അർജുനനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുക. അങ്ങനെ വന്നാൽ പുത്രി ഭർത്താവ് പുത്രന് സമം. അങ്ങനെയല്ലേ കണക്കാക്കി കേൾക്കണം? അങ്ങനെ എല്ലാം ഉണ്ടോ? തലയാട്ടാൻ വലിയ സമ്മതം പോകുന്നവിടെ പുത്രി ഭർത്താവേ പുത്രന് സമം തന്നെ കണക്കാക്കിയേക്കണത്. അല്ല അങ്ങനെയൊക്കെ തന്നെയാണ് കണക്കാക്കിയിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായി? അല്ല സാമാന്യം പോലെ ഒരു പുത്രി ഉണ്ടായി, അതിനൊരു വിദ്വാന് വിവാഹപ്രായമായപ്പോ വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യം കുറച്ച് ദിവസം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു, വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ വിദ്വാന്റെ തനി സ്വഭാവം മനസ്സിലായി തുടങ്ങിയത്. അട്ടേ പുത്രനുമില്ല, പുത്രിയില്ല, ആരുമില്ല വാർദ്ധക്യത്തിൽ സഹായിക്കാൻ. ഇങ്ങനെ വിഷമിക്കണ എത്ര അച്ഛനമ്മമാരുണ്ട്. ഇതങ്ങനെ ഏതെങ്കിലും ഒരു കൊള്ളരുതാത്ത പുത്രനെ ആഗ്രഹിച്ചിട്ടല്ല. പിന്നെയോ മധ്യമ കണ്ടവൻ അർജുനനെ പോലെ ഇത്രയും ധർമ്മബോധം ഉണ്ടായിട്ട് വേറൊരു ആള് ഈ ഭൂമിയിൽ ഇല്ല എന്ന് വേണം പറയാൻ. അത്ര കേമനായിട്ടുള്ള ആളാ. അത് നേരിട്ട് അനുഭവിക്കാനും കൂടി ഇട വന്നപ്പോഴാണ് പാഞ്ചാലന അർജുനനെ തന്നെ പുത്രനായിട്ട് ലഭിക്കാൻ തനിക്കൊരു പുത്രി ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് ഈ കൊല്ലം ആഗ്രഹിച്ചു. ഇതെന്താ അതിന് ചെയ്യാം? പുത്രി ഉണ്ടാവണം, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതിനിപ്പോ എന്താ വേണ്ടത്? വേണ്ടത് എന്താ വെച്ചാൽ ഒരു വിവാഹം ചെയ്യുക, അതിലൊരു പുത്രി ഉണ്ടാവുക, അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ പതിവ്. പക്ഷെ ഇവിടെ പാഞ്ചാലന്റെ പ്രായം കൂടി ഒന്ന് മാനിക്കണം. അതെന്താണ്?
പാഞ്ചാലൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോ പാഞ്ചാലന്റെ പ്രായം ഏകദേശം ഒന്ന് കണക്കാക്കിക്കോളൂ. എങ്ങനെയാ? വേറെ ഒന്നുമല്ല, തടിമുക്കൊക്കെ കൂടിക്കാഴ്ച കഴിഞ്ഞേക്കും, കുഴിയിലേക്ക് കാലൊക്കെ നീട്ടി ഗോന്നായിട്ടുണ്ട്. ഇനിയിപ്പോ ഈ പ്രായത്ത് പുറപ്പെട്ട ഒരു കന്യകയെ തരായി അതിലൊരു പുത്രി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ സാധിക്കണ കാര്യമാണോ? നല്ല പ്രായത്തിൽ തന്നെ പുറപ്പെട്ട് സാധിക്കില്ല. ഇനിയിപ്പോ ഈ പ്രായത്ത് പുറപ്പെട്ട് കട്ടേ അതിലൊരു പുത്രി ഉണ്ടാവുക ഇതൊന്നും അറിയാതെ എരേവില്ലല്ലോ. എന്താ അപ്പൊ ചെയ്യാ? എനിക്ക് ആഗ്രഹം തോന്നും ചെയ്തുവല്ലോ. ഇനിയിപ്പോ എന്താ വേണ്ടത്? അവിടെ നിന്ന് ആലോചിക്കണ്ട. അവിടെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ എല്ലാവരും കൂടി ആലോചിച്ചാൽ ഒരു പക്ഷെ എന്തെങ്കിലും ഉപായം തരാൻ വേണ്ടിയിരിക്കില്ല. കാരണം ഇങ്ങനെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാവുമ്പോ കൂടി ആലോചിക്കുക, അടുത്തിരുന്ന് ആലോചിക്കുക. അപ്പൊ യോഗ്യന്മാരായിട്ടുള്ള ആളുകളോട് വേണം എന്നൊക്കെ ആലോചിക്കാൻ. ഇങ്ങനെയുള്ള ആളുകളോട് ഇപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അതികേമന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ക്ഷണിച്ച് തന്റെ സദസ്സിൽ കൊണ്ടുവന്നിരുത്തി അവരോട് തന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉപായം എന്നുള്ളത് ചോദിക്കുക എന്നുള്ളത് കണക്കാക്കി അനവധി കേമന്മാരായിട്ടുള്ള ആളുകൾ ആ പാഞ്ചാല രാജധാനിയിലുണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ തന്നെ. ഇവിടുന്ന് അങ്ങ് നോക്കിയാൽ മുഴുവനെ കാണുകയില്ല. ഞാൻ കുറച്ചും കൂടി മുമ്പിലേക്ക് ഇരുന്ന വിരോധം ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെയായിരുന്നു ഇപ്പൊ വരുന്നു. സമാധാനമായി. എത്ര പെട്ടെന്ന് ഇവിടുന്ന് നീക്കും തോന്നുന്നില്ല. ആരാണ്? വേറൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോഴാ വെളുത്ത താടിക്കാര്, കറുത്ത താടിക്കാര്, വെളുപ്പും കറുപ്പും താടിക്കാര്, കുറ്റി താടിക്കാര്, സാമാന്യ താടിക്കാരികളും ഉണ്ട്. അതാണ് അധികം. എന്ന് വെച്ചാൽ സന്യാസി വര്യന്മാര്, മഹർഷി ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകള്, ജ്ഞാനികളായിട്ടുള്ള ആളുകള്. അപ്പോ അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ ഒരു പക്ഷേ എന്തെങ്കിലും ഉപായം തരാവാണ്ടിരിക്കില്ല എന്നുള്ളത് കണക്കാക്കി ആ മഹർഷിമാരെ എല്ലാവരെയും തന്റെ സദസ്സില് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇരുത്തി എന്നുള്ളത് മാത്രമല്ല, ആ മഹർഷിമാരോടായിക്കൊണ്ട് പാഞ്ചാലൻ ഇങ്ങനെ ചോദിച്ചു. എന്താ? അല്ലേ മഹർഷിമാര്, എനിക്കൊരാഗ്രഹമുണ്ട്. അർജുനന് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പുത്രിയും വേണം. ആ ദ്രോണാചാര്യരെ എന്നെ വല്ലാതെ കണ്ട് അപമാനിക്കേണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ദ്രോണാചാര്യരെ വഹിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പുത്രനും വേണം. അതിനെന്താ മാർഗം എന്നുള്ളത് ചോദിച്ചപ്പോ പാഞ്ചാല മഹാരാജാവിന്റെ ആഗ്രഹമാണല്ലോ. അപ്പോ അത് സാധിച്ചു കൊടുക്കാൻ എന്താ വേണ്ടത് എന്നുള്ളത് ആ മഹർഷിമാരെല്ലാവരും കൂടി ആലോചിച്ച് പാഞ്ചാല മഹാരാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. അല്ലേ മഹാരാജാവ്, അങ്ങനെയാണെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതികേമായിരിക്കുന്ന യാഗം ചെയ്താൽ ഒരു പക്ഷേ യാഗമധ്യത്തിങ്കൽ യാഗകുണ്ടത്തിങ്കൽ നിന്ന് ഒരു പുത്രിയും ഒരു പുത്രനും ഉണ്ടാവാൻ വിരോധമില്ല എന്നുള്ളത് അവരറിയിച്ചു. ഇത് കേട്ടപ്പോ പാഞ്ചാലന് വലിയ സന്തോഷമായി. കാരണം പാഞ്ചാലൻ ഒരു യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പാഞ്ചാലൻ എങ്ങനെയുള്ള ആളാ? വലുതായിട്ടുള്ള രാജ്യം, സൈന്യം, സമ്പത്ത്, ഇതെല്ലാം കൊണ്ടും കേമനായിട്ടുള്ള ആളാണല്ലോ. അപ്പൊ സമ്പത്ത് ഉണ്ടെങ്കിൽ പിന്നെ ഒരു യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? യാതൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം ആ വൃത്തിക്കൂടെ മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന അതികേമായിട്ടുള്ള യാഗശാല പണിഞ്ഞുയർത്തി യാഗം തുടങ്ങി. അങ്ങനെ യാഗം ക്രമേണ വർദ്ധിച്ച് യാഗമധ്യത്തിങ്കൽ യാഗകുണ്ടത്തിങ്കൽ നിന്ന് മഹർഷിമാര് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പുത്രിയും ഒരു പുത്രനും ജനിക്കല് കഴിഞ്ഞു. അങ്ങനെ യാഗം ചെയ്ത് യാഗകുണ്ടത്തിങ്കൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പുത്രി, ആ പുത്രിയുടെ വിവാഹോത്സവത്തിന്റെ കാര്യമാണ് ഇപ്പൊ ഈ പറയാൻ പുറപ്പെടുന്നത്. അതാ വിദ്വാനാലോചിക്കുന്നത്. ഇത്ര വേഗം യാഗമൊക്കെ ചെയ്ത് യാഗകുണ്ടത്തിങ്കൽ നിന്നൊരു കന്യക ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ യാഗകുണ്ടെന്ന് പറഞ്ഞാൽ എന്താ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ യാഗകുണ്ടെന്ന് പറഞ്ഞാൽ ഇത് മേപ്പെട്ട് നോക്കിയാൽ കാണില്ല, താഴത്തേക്ക് നോക്കാം. ഏത് യാഗകുണ്ടം തീയും പുകയൊക്കെ ആയിട്ടുള്ളൊരു സാധനമാണെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയോ? ഞാൻ മനസ്സിലാക്കിയ പോലെയൊക്കെ പറഞ്ഞു തരാം. തീയും പുകയൊക്കെ ആയിട്ടുള്ളൊരു സാധനോ? തീയും പുകയൊക്കെ ആയിട്ടുള്ളൊരു സാധനം. അപ്പൊ താൻ എന്താണോ ഈ പറയണത്? അപ്പൊ ഈ പാഞ്ചാലിയെ അർജുനന് കൊടുക്കാൻ വേണ്ടിയിട്ട് യാഗം ചെയ്തപ്പോ ജനിച്ചേക്കണത് ഒരു പുകയത്തുന്നാണോ പാഞ്ചാലിയുടെ ജനം? പിന്നെ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. കാരണം എന്താ? അതിനെ കുറിച്ച് പറയണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല. യാഗം ചെയ്ത് യാഗകുണ്ടത്തിങ്കൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കന്യകയും കൊണ്ട് അത്ഭുത കന്യക എന്നൊക്കെയാണോ വിശേഷിപ്പിക്കുക? എന്താ ഈ അത്ഭുത കന്യക എന്ന് പറഞ്ഞാൽ? എന്താ ഈ അത്ഭുതം? തന്നെ ഇപ്പൊ ഒരു അത്ഭുതമായിരിക്കും. എന്താണ്? ഓരോന്നിനെ കണ്ട പേടിയോ? മുമ്പിലങ്ങനെ ഒന്ന് ഉരുട്ടി പിടിച്ചത് അങ്ങനെ ഇരിക്കുക തന്നെ അത്ഭുതം. ഇതാണോ അത്ഭുതം? അതല്ല. അത്ഭുതം എന്നുള്ള പദം കൊണ്ട് എന്തിനൊക്കെയാ വിശേഷിപ്പിക്കുക?
ഇതുവരെ കാണാത്തത്, ഇതുവരെ കേൾക്കാത്തത്, ഇതുവരെ അനുഭവിക്കാത്തത്, ഇതിനൊക്കെയാണല്ലോ അത്ഭുതം എന്നുള്ള പദം കൊണ്ട് വിശേഷിപ്പിക്കുക. അപ്പോ ഇങ്ങനെ ഒരെണ്ണം ഇതുവരെ കേൾക്കുണ്ടായിട്ടില്ല. കേട്ടിട്ടുണ്ടോ? യാഗം ചെയ്ത് യാഗകുണ്ടത്തിങ്കിൽ നിന്ന് ഒരു കന്യക ഉണ്ടായി എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് കേൾക്കണത്. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ അവിടെ ഒന്നും ഇല്ല, ഇവിടെ ഉണ്ടോന്നാ ചോദിക്കണത്. കാരണം അവിടെ ഒന്നും ഇല്ലാത്ത പല സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വേറെ വരുന്നത് ഇതൊന്നും അവിടെ കാണാൻ ഇങ്ങനെ ഒരു സാധനത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാ. അത്ഭുതാട്ടോ. എന്താ അതിന്റെ വേട്ടോ സമ്പ്രദായമൊക്കെ സമാധാനായി. അപ്പൊ അങ്ങനെ പലതും ഉണ്ട് ഇല്ലേ? എവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും, ഇല്ല എന്നുള്ളതല്ല. അപ്പൊ ഇനി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുവരെ. അപ്പോ അങ്ങനെ ആദ്യമായിട്ട് കാണുക, ആദ്യമായിട്ട് കേൾക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ അത്ഭുതം. അപ്പൊ ഇതുവരെ യാഗം ചെയ്ത് യാഗകുണ്ടത്തിൽ നിന്ന് ഒരു കന്യക ഉണ്ടാവുക എന്നുള്ളത് ആദ്യമായിട്ടാ കേൾക്കണത്. ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കന്യകയും കൊണ്ട് ഒരു ദിവ്യ കന്യകയാണല്ലോ എന്ന് വെച്ചാൽ ദിവ്യ ജന്മം. പാഞ്ചാലിയെ പോലെ ഇത്രയും സുന്ദരിയായിട്ട് ഒരു കന്യക ഈ ഭൂമണ്ഡലത്തിങ്കൽ വേറെ ഇല്ല എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് സുന്ദരിയാണ് എന്ന് വെച്ചാൽ സകല സൗന്ദര്യ ഗുണഗണങ്ങളുടെയും വിളഭൂമിയാണ് പാഞ്ചാലി. പലയാട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? എന്താണ് സൗന്ദര്യം? വലിയ സൗന്ദര്യ ആരാധകനാ. അപ്പൊ കാണുന്നത് മുഴുവൻ സുന്ദരിയായിരിക്കണ്ട കേട്ടോ. അതിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. എന്താ അത്? സൗന്ദര്യത്തിന്റെ ലക്ഷണങ്ങളോ? വേറൊന്നുമില്ല. സൗന്ദര്യം, സുകുമാരത, കാന്തി, മധുരത, മനോഹാരിത, ശ്രീമത്ത, മഹിമ, ഇങ്ങനെ തുടങ്ങിയിട്ട് പാഞ്ചാലിയെ പോലെ നാരീ ഗുണഗണങ്ങൾ മുഴുവൻ തികഞ്ഞിട്ട് ഒരു കന്യക ഈ ഭൂമണ്ഡലത്തിങ്കൽ വേറെ ഇല്ല എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് സുന്ദരിയ. അങ്ങനെയുള്ള പാഞ്ചാലി യാഗകുണ്ടത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ പാഞ്ചാലിയെ ക്രമേണ നോക്കി വളർത്തി വലുതാക്കി. പാഞ്ചാലിയെ ക്രമേണ നോക്കി വളർത്തി വലുതാക്കുന്ന ഒരു ഭാഷ ഉണ്ട്. അച്ഛനമ്മമാർക്ക് അത് അറിയുള്ളൂ. ഇതൊക്കെ ഇരിക്കുന്നുണ്ടാവും. വെറുതെ വലുതാക്കിയ പോലെ ഉണ്ട്. എന്താണ് വെറുതെ വലുതായതാണോ? അല്ല, അച്ഛനമ്മമാര് വേണ്ട പോലെ നോക്കി വളർത്തി വലുതാക്കിയതാ. അതെന്താണ്? വേണ്ട സമയത്ത് കുളിപ്പിക്കുക, വേണ്ട സമയത്ത് ഭക്ഷണം കൊടുക്കുക, വേണ്ട സമയത്ത് കിടത്തിയുറക്കുക, വേണ്ട സമയത്ത് വിദ്യാഭ്യാസം. എന്താ ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ? എന്താവാലി? അവധിയല്ല, പടിയല്ല, എവിടെയല്ല. പ്രഭാതമായ പുറപ്പെടുക, പ്രദോഷമായ മടങ്ങി വരിക. വിദ്യ കൊണ്ടൊരു അഭ്യാസം. അതിന്റെ അപകടത കാണാതെ പോവുക. നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കണത്? ഇതൊക്കെ നേരെ എവിടെ തിരിച്ചിട്ട് അവർ നിങ്ങൾ കൊണ്ടേക്കുക. അച്ഛനമ്മമാരെ അവനവന്റെ സമ്പാദ്യം മുഴുവൻ അതിനു വേണ്ടി ചെലവാക്കും. ഏത്? നേരെ ഈ കാണേ തിരിച്ചല്ലേ. അങ്ങനെ എന്തെങ്കിലും കൊണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ചു വന്നാ ഭാഗ്യം. അത്രേ ഉള്ളൂ. നീ വന്നു വിചാരിക്കുക. ആരാ വരണത്? ആരാ വരണത്? നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം കുറച്ച് കാലമായി ഇവിടുന്ന് പോയിട്ട്. അപ്പോ വന്ന് അടുത്ത് വന്നപ്പോഴാണ് അച്ഛാ ഞാനാണ്. ആര്? തന്റെ പുത്രനോ? കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. കാരണം എന്താ? വേഷവും സമ്പ്രദായവും ഒക്കെ അങ്ങനെ ഇട്ടുണ്ട് അല്ലേ? ഇവിടുന്ന് പോയ പോലെയല്ല. തിരിച്ചു വരുമ്പോ അതിന്റെ വേഷമൊക്കെ വേറെ രൂപത്തിലാണ്. മാത്രമല്ല പറയാൻ പാടില്ലാത്തതൊക്കെ പറയുക. അതെന്താണ്? കഴിക്കാൻ പാടില്ലാത്തതൊക്കെ കഴിക്കും, പിന്നെ പറയാൻ പാടില്ലാത്തതൊക്കെ പറയാണ്ടിരിക്കും. ഇങ്ങനെ കഴിക്കാൻ പാടില്ലാത്തതൊക്കെ കഴിച്ച് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസം കൊണ്ട് അപകടമായി തീരുന്ന പുത്രന്മാരും പുത്രിമാരും എത്രയുണ്ടാകും. ശരിയാ, അത് കൊള്ളരുതാത്ത വിദ്യാഭ്യാസം. ഇത് അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു വിദ്യാഭ്യാസം അല്ല പാഞ്ചാലിക്ക് കൊടുത്തത്. ഒരു ഗുരുവിന്റെ കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിന് വേണ്ട പോലെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യിപ്പിച്ച പാഞ്ചാലിയെ ക്രമേണ നോക്കി വളർത്തി വലുതാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പാഞ്ചാലിയുടെ ശൈശവം കഴിഞ്ഞ്, ബാല്യം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യൗവനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരുടെ ഭാരം എന്താ? തന്റെ പുത്രി യൗവനായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വിവാഹം ചെയ്ത് കൊടുക്കണം. എന്നാൽ ആർക്കാ അപ്പൊ വിവാഹം ചെയ്ത് കൊടുക്കുക? ഈ വിദ്വാന് കൊടുത്താലാണ് തിരക്കണമൊന്നുമില്ല അല്ലേ? ആ വിദ്വാന് വിവാഹം ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അല്ല, ആ വിദ്വാനെ പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടായി കൊടുക്കാനുണ്ടല്ലോ. പിന്നെയോ ആ അർജുനന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാഞ്ചാലിയെ നോക്കി വളർത്തി വലുതാക്കിയത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോ അർജുന വിവാഹം ചെയ്ത് കൊടുക്കാം എന്നുള്ളത് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കാൻ ഇടവന്നു. എന്താ വാർത്ത? വേറെ ഒന്നുമില്ല. പാണ്ഡവരെല്ലാവരും അരക്കില്ലത്തിൽ പെട്ട് മരിച്ചു. ആ ദുര്യോധനന്റെ ബുദ്ധിയല്ലാതെ കണ്ട് എന്താ പറയുക? തന്റെ സഹോദരന്മാരായിരിക്കുന്ന പാണ്ഡവരെല്ലാവരെയും അരക്കില്ലത്തില് ആ ഉപായം പ്രയോഗിച്ച് പറഞ്ഞയച്ച് ഇപ്പൊ അവരെ എല്ലാവരെയും ആ ചുട്ടുകൊന്നു. അതാണല്ലോ കേൾക്കണത്. കഷ്ടം. സമ്പത്ത് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? അങ്ങനെയാ ദുരാഗ്രഹികള്. അതിന് കേമന ദുര്യോധനൻ എന്താണ്? അവനവന് ജീവിക്കാനുള്ളതൊക്കെ അത്യാവശ്യമുണ്ട് ഇല്ലേ?
അതൊന്നും പോരാ. അന്യന്റെ സമ്പത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കുക, അതിനു വേണ്ടിയിട്ട് ആ ദുർബുദ്ധികളും ആ ദുരാഗ്രഹികളായിട്ടുള്ള ആളുകൾ സദാ സമയം ആലോചിച്ചുകൊണ്ടിരിക്കണത്. അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോ എന്താ വേണ്ടത് എന്നുള്ളതാണ്. കാര്യമായിട്ട് എന്താ ആലോചിക്കുന്നുണ്ട്, അതെന്താ നമ്മുടെ സമ്പത്ത് ഇപ്പൊ എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാ. അതിനിപ്പോ എന്താ ഉപായം? ഏത് സമയവും അങ്ങനെയാ. അതിന് കേമനായിട്ടുള്ള ദുര്യോധനൻ അപ്പോഴാണ് തന്റെ സഹോദരന്മാരായിട്ടുള്ള പാണ്ഡവർക്ക് ആ അർഹതപ്പെട്ടിട്ടുള്ള രാജ്യം കൊടുക്കില്ല എന്നുള്ളത് നിശ്ചയിച്ച് അവരെ എന്തെങ്കിലും ഒരു ഉപായം പ്രയോഗിച്ച് ആ അരക്കില്ലത്തിലേക്ക് പറഞ്ഞയച്ച് അവിടെ വെച്ച് ഇല്ലാതെയും കണ്ടാക്കുക. അതാ കാരണം തന്റെ സഹോദരനായാലും വേണ്ടില്ല, സഹോദരിമാരായാലും വേണ്ടില്ല, അച്ഛനായാലും വേണ്ടില്ല, അമ്മയായാലും വേണ്ടില്ല, ആ സമ്പത്ത് അത്യാഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവരാരും ഇല്ലേ അവനവന്റെ ബന്ധുത്വേ ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകളാ. സമ്പത്താണ് ഏറ്റവും വലിയ ബന്ധുതാ ആ ദുരാഗ്രഹികളായിട്ടുള്ള ആളുകൾ വിചാരിക്കുക. അപ്പോ അങ്ങനെയുള്ള ദുര്യോധനൻ ഇപ്പൊ എന്താ ചെയ്തത്? പാണ്ഡവരെ എല്ലാവരെയും അരക്കിലത്തിലിട്ട് ചുട്ടു കൊന്നൂലോ. ഇനിയിപ്പോ എന്താ ചെയ്യ? ആ നിശ്ചയിച്ചേർന്ന വരൻ മരിച്ചു എന്നാണല്ലോ കേൾക്കണത്. ഞാൻ ആ പാഞ്ചാലിയെ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ, എത്ര വേണ്ടിയിട്ടാ നോക്കി വളർത്തി വലുതാക്കി അർജുനന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഏകദേശം വിവാഹപ്രായായി. ഇപ്പൊ എന്താ കേൾക്കണത്? ആ നിശ്ചയിച്ചേർന്ന വരൻ മരിച്ചു എന്നാണല്ലോ കേൾക്കണത്. ഇപ്പൊ എന്താണോ ചെയ്യ? അല്ലിരിക്കുക അവനോന്റെ അല്ലല്ലോ, വേറെ വല്ലവരുടെയല്ലേ. അവനവന്റെ ഓളല്ലല്ലോ എല്ലാവർക്കും തരണം ഇല്ലേ? അതല്ലെങ്കിൽ അത് നമ്മുടെ ഒന്നല്ലല്ലോ, അവിടെയല്ലേ പാഞ്ചാലന് പോയി എന്നല്ലാതെ കണ്ട് അവനവന് വരുമ്പോ മാത്രം എല്ലാവരും കട്ടേ എനിക്ക് എങ്ങനെ സംഭവിച്ചോലോ എന്നുള്ളതാ. വേറെ ആളുകൾക്കാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതങ്ങനെയല്ല. പാഞ്ചാലനും പാഞ്ചാല രാജധാനിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ വിഷമായി. കട്ടേ ആ പാഞ്ചാലിയുടെ കാര്യം കഷ്ടമല്ലോ. ഇത്രയൊക്കെ കേമായിട്ട് മധ്യമപാണ്ഡവനായിരിക്കുന്ന അർജുനന് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പാഞ്ചാലൻ മോഹിച്ച് ഈ കന്യക ഉണ്ടായത്. വിവാഹപ്രായപ്പോ പാണ്ഡവരെല്ലാവരും മരിച്ചു എന്നാണല്ലോ കേൾക്കണത്. എല്ലാവർക്കും വിഷമായി. വാർത്ത മുഴുവൻ അങ്ങനെയാണല്ലോ എല്ലാ ദിക്കിലും എത്തിയത്. എന്ന് വെച്ചാൽ വാർത്ത എത്തിയത് അങ്ങനെ തന്നെയുള്ളൂ കേട്ടോ. യഥാർത്ഥത്തിൽ അവർ മരിച്ചു. അത് ദൈവാധീനത്തിന്റെ ശക്തി കൊണ്ട് അവർ യാതൊരാപത്തും കൂടാതെ കണ്ട് ആ ദുര്യോധനന്റെ ദുർബുദ്ധി മുൻകൂട്ടി അറിഞ്ഞിട്ട് എന്താ ചെയ്തത്? പുരോചന നിർമ്മിതമായിട്ടുള്ള ഗുഹയിലൂടെ പുറത്തേക്ക് എത്തി എന്നുള്ളത് മാത്രമല്ല, അവിടുന്ന് വേഷം മാറി വേഷപ്രച്ഛന്നനായി ബ്രാഹ്മണ വേഷത്തെ ധരിച്ച് ഏകചക്ര ഗ്രാമത്തിങ്കിൽ വേത്രകീയൻ എന്ന് പേരായിട്ടുള്ള ഗോത്രാസുരന്റെ ഭവനത്തില് ദുര്യോധന്റെ കണ്ണിൽ പെടാതെ കണ്ടിരിക്കാൻ ഭിക്ഷയ്ക്ക് യാചിച്ച് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ വാർത്ത വരുന്നത് എങ്ങനെയാ? പാണ്ഡവരെല്ലാവരും മരിച്ചു. അപ്പൊ മനസ്സിലായില്ലേ? കേൾക്കണ വാർത്തയിൽ നേരെയില്ലാന്ന്. വാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് എന്തോ പ്രചരിപ്പിക്കാൻ. മുമ്പത്തെ പോലെയല്ല. മുമ്പേണെങ്കിൽ 1-2 ഉണ്ടായിരുന്നു പ്രചരിപ്പിക്കാൻ. അപ്പൊ അങ്ങനെയാണോ? അപ്പൊ എല്ലാവരും വാർത്ത പ്രചരിപ്പിക്കുന്ന ആളാണ്. ഈ കൂടുതലൊക്കെ ഉണ്ടാക്കി ഏതാതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇരുന്നിട്ട് ഇത് ഇവിടെ നടക്കണത് ഒന്നാകും, അവിടെ കാണിക്കണത് വേറെ എന്തെങ്കിലും ആകും. ഇങ്ങനെ വാർത്തകൾ മറ്റൊരു പ്രകാരത്തിലാക്കി തീർത്ത് യഥാർത്ഥത്തിൽ എന്താ നടന്നത് എന്നുള്ളത് തന്നെ അറിയുന്നില്ല. അങ്ങനെ ഒരു സമയത്താണ് പാഞ്ചാലനും പാഞ്ചാല രാജധാനിയിലുള്ള എല്ലാവരും വിചാരിച്ചു കട്ടേ അർജുനൻ മരിച്ചൂലോ. അപ്പൊ ഇനി വിവാഹം ചെയ്തു കൊടുക്കാനിരിക്കാൻ വൃത്തിയില്ല. കാരണം കന്യകയ്ക്ക് യൗവനായി. അപ്പൊ ഇനി എന്താ വേണ്ടത്? അർജുനനെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാളെ കണ്ടെത്തി ആ വിദ്വാനെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അർജുനന്റെ കേമത്തെ എന്താ? ആയുധ വിദ്യയെങ്കിൽ അർജുനനെ പോലെ കേമനായിട്ട് വേറെ ആരുമില്ല. എന്നാൽ അർജുനനെ പോലെ ഒരു വിദ്വാനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിവാഹം ഒരു വീരപരീക്ഷയായിട്ട് നടത്തുക. എന്താ അഭിപ്രായം? വിവാഹ പരീക്ഷയായിട്ട് ഒരുവിധം പരീക്ഷയൊക്കെ കഴിഞ്ഞുകൂടിയിരിക്കുക. ഇപ്പൊ ഈ വിദ്വാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് വിവാഹം ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ ഇരിക്കുന്നത്. പരീക്ഷ ഉണ്ട്. ഇപ്പൊ വിവാഹത്തിന് വെറുതെ എങ്ങനെ പോയാൽ വിവാഹം ചെയ്യാൻ പറ്റില്ല. എന്താ അഭിപ്രായം? പരീക്ഷ ആ വിദ്വാന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ പരീക്ഷയല്ലേ, അതിപ്പോ ആ ഭാഗത്ത് പോയില്ലെങ്കിലും ഫലം തരാം. ഇപ്പൊ ഏതാണ്ട് അതേപോലെ ഉണ്ടല്ലോ, മുമ്പത്തെ പോലെ. അപ്പോ ഇത് അതുപോലെയുള്ള പരീക്ഷ അല്ല, പിന്നെയോ ഒരു വീരപരീക്ഷയാണ്.
എന്താ വീരപരീക്ഷ ശ്രദ്ധിച്ചു കേട്ടോ. വിവാഹം ചെയ്യണമെങ്കിൽ മതി, വലുതായിട്ട് വരില്ല. ആ വില്ലെടുത്ത് കടകുത്തി തലവളച്ച് ഞാട് കൂട്ടിക്കെട്ടി ആകാശമാർഗത്തിങ്കൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിസ്വരൂപമായിട്ടുള്ള ലാക്ക് 5 ശരങ്ങളെ കൊണ്ട് നിഴല് നോക്കിയിട്ട് ആരാണോ എഴുതു വീഴ്ത്തുന്നത് അങ്ങനെയുള്ള ഒരു വീരന് തന്റെ പുത്രി എന്നുള്ളതാണ് പാഞ്ചാലൻ നിശ്ചയിച്ചത്. ഈ വൃത്താന്തം ചതുസാഗര പര്യന്തിയായിട്ടുള്ള പൃഥ്വിയിലെ സമസ്തന്മാരെയും ദൂതന്മാര് മുഖാന്തരം അറിയിക്കൽ കഴിഞ്ഞു. എന്ന് വെച്ചാൽ 4 കരയും ജലത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഭൂമിയിലെ സകല ആളുകളെയും ഈ പാഞ്ചാലിയുടെ സ്വയംവരം ഒരു വീരപരീക്ഷയായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ള വൃത്താന്തം ദൂതന്മാരെ പറഞ്ഞയച്ച് എല്ലാവരെയും അറിയിച്ചു എന്നുള്ളത് മാത്രമല്ല അവരെ എല്ലാവരെയും ക്ഷണിക്കും ചെയ്തു പാഞ്ചാല രാജധാനിയിലേക്ക്. അങ്ങനെ ഇത് കേട്ടപ്പോ ആ രാജാക്കന്മാരുടെ സമൂഹം മുഴുവൻ, ആ ബ്രാഹ്മണ സമൂഹം മുഴുവൻ, മഹാജനങ്ങൾ മുഴുവൻ ഉത്സാഹത്തോടു കൂടിയിട്ട് ആ പാഞ്ചാല രാജധാനിയിലേക്ക് പുറപ്പെട്ട് അവിടെ എത്തിയപ്പോഴുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഏത് ഉത്സവോദയ മഹാഘോഷ കഥം കഥ്യതേ. ആ ഉത്സവോദയ മഹാഘോഷം അത് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കോ? അത്ര കേമാക്കി തീർന്നിട്ടുണ്ട് പാഞ്ചാല രാജധാനിയില് ആ പാഞ്ചാലിയുടെ സ്വയംവര ഉത്സവം. കാരണം എന്താ, ഇവിടെ വരുന്ന ആളുകളെ ദുഷിഞ്ഞു പോകരുത്, എല്ലാവർക്കും ആസ്വദിക്കാൻ പാകത്തിലുള്ള വിഭവങ്ങള് പാഞ്ചാല രാജധാനിയിൽ ഒരുക്കണം, എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നീ വണ്ണം വിചാരിച്ച് ആ വിവാഹം ഒരു ഉത്സവമായിട്ട് അങ്ങനെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് പാഞ്ചാലൻ ഉണ്ടായത്. അപ്പോ അങ്ങനെ ഉത്സവമായിട്ട് നടത്തുമ്പോ ഇവിടെ വരുമ്പോ എല്ലാവരെയും രസിപ്പിക്കണം. കാരണം ഉത്സവത്തിന് പുറപ്പെടുന്ന ആളുകൾ അനവധി താല്പര്യമുള്ള ആളുകളാവും, എല്ലാവർക്കും ഒരേ താല്പര്യമുള്ള ആളുകളാവില്ല. അപ്പൊ എല്ലാവരെയും രസിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആ വിഭവങ്ങളെ കൊണ്ടാണ് നിറച്ചു വശാക്കി തീർക്കുന്നത്. അപ്പോ ഒരു ഭാഗത്ത് എന്താ നടക്കണമെന്നാണെങ്കിൽ കുറഞ്ഞൊന്ന് ഭേരി, മദ്ദളം, കാഹളം തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങളെ കൊണ്ടാണ് നിറച്ചു വശാക്കി തീർത്തിരിക്കുന്നത്. എവിടെയാ പോണത് നമ്മളെ മനസ്സിലായില്ല. ഭേരി എന്താ പറയാ, ഭേരി കേൾക്കാൻ പോവുക. എന്താ ഭേരി എന്ന് പറഞ്ഞാൽ? ഭേരി എന്ന് പറഞ്ഞാൽ എന്താ? ഭേരി കേട്ടിട്ടുണ്ടോ? എടോ പറ 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 എന്ന് പറയും. അതുമില്ലേ, എന്ത് പറ, ഞാൻ തന്നെ പറയുന്നു. എന്ത് പറ, അവിടെ ഒന്ന് വായ പൊളിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ വായ പൊളി നിർത്തും, സംശയമൊന്നുമില്ല. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇത്ര കേമായിട്ടുള്ള ആളുകളുണ്ട് എന്നാ പിന്നെ ഇവിടെ വന്നതാണ് പറഞ്ഞാൽ പോയി. യാതൊന്നും വിശ്വസില്ല. ഒരു സ്ഥലത്ത് ചെന്ന് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പറയില്ല. അത് തുകൽവാദ്യ. ഒരു ഉത്സവമാകുമ്പോ വാദ്യകമ്പക്കാരായിട്ടുള്ള ആളുകൾ ആ പ്രദേശത്ത് വരുമ്പോ അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭേരി എന്ന് പറയണ വാദ്യം ആ ഭാഗത്ത് അങ്ങനെ നിറച്ചു വശാക്കി തീർക്കുന്നത്. അത് വലിയ വലിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാദ്യവിശേഷമാണ് ഭേരി. മനസ്സിലായോ? ഒരു ഉത്സവത്തിന് ചെല്ലുമ്പോ അവിടെ എന്ത് വാദ്യ പ്രയോഗിക്കണത്, അത് എങ്ങനെയാ പ്രയോഗിക്കണത്, എന്താ അതിന്റെ സവിശേഷത എന്നുള്ളതൊക്കെ യോഗ്യന്മാരായിട്ടുള്ള ആളുകളോട് ചോദിച്ച് ആദ്യം മനസ്സിലാക്കണം. അല്ലേ? ആ സ്ഥലത്ത് ചെന്നാൽ എങ്ങനെയാ പെരുമാറേണ്ടത് ഇതും ആദ്യം ചോദിച്ച് മനസ്സിലാക്കണ്ടേ. അല്ലാതൊക്കെ എനിക്കൊക്കെ അറിയും പറഞ്ഞ് കേമായിട്ട് ഇങ്ങോട്ട് വല്ല കാര്യമുണ്ടോ? യാതൊന്നും അറിയില്ല. ഇവിടെ ആ വിദ്വാനോടൊക്കെ ഒന്ന് ചോദിച്ചുകൂടെ, എത്ര ഉത്സവത്തിൽ പങ്കെടുത്ത് ശീലമുള്ള ആളാ? ആ വിദ്വാനോട് ചെന്ന് ചോദിക്കുക ഭേരി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ പറഞ്ഞു തരും. ഇത് ഇന്ന തരത്തിലുള്ള ഒരു വാദ്യമാണ്, വലിയ വലിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുന്ന തരത്തിലാണ്, അത് അനവധി തരത്തിലുള്ളതുണ്ട്. ഇതൊക്കെ കുട്ടിപ്പറകളാ. കുട്ടിപ്പറയെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല, അത് പുറപ്പെടുന്ന ശബ്ദം ഉണ്ടല്ലോ, നല്ല ശബ്ദമാണ്. ഈ ഇടത്തരം പറകള് അതും ഒരു ഭാഗത്ത്, മൂത്ത പറകള് അത് വേറൊരു ഭാഗത്ത്. ഇങ്ങനെ ആ വാദ്യങ്ങളെ കൊണ്ടുള്ള ഘോഷം അതാണ് ഒരു ഭാഗത്ത് അങ്ങനെ നിറഞ്ഞു വശായിരിക്കണം. വലിയ വലിയ ശബ്ദമാണ് അത് പുറപ്പെടുന്നത്. ഒരു ഉത്സവമാകുമ്പോ അങ്ങനെയാണല്ലോ, വാദ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന വലിയ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അങ്ങനെ നിറഞ്ഞു വശാവും. അതാണ് ആ വാദ്യത്തിൽ നിന്നുള്ള ശബ്ദം ഭേരിയിൽ നിന്നുള്ളതാണ്. അപ്പോഴാ ചില ആളുകൾക്ക് ഇത് എത്ര നേരമായി ഇതിങ്ങനെ കേൾക്കും. വാദ്യമൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ ചില വാദ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഉണ്ടല്ലോ, എന്ത് വലിയ ശബ്ദമായി. കുറച്ച് ആദ്യമൊക്കെ കേൾക്കാൻ രസമുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ മതിയേക്കോ എന്റെ ശബ്ദം. ഉത്സവത്തിൽ കണ്ടിട്ട് എന്ത് ശബ്ദം, ഇങ്ങനെയൊക്കെ നമ്മളോ വാദ്യമൊക്കെ കേൾക്കാം, പക്ഷെ ശബ്ദത്തിനൊരു പരിധിയില്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ചെവിക്ക് എന്തെങ്കിലും പറ്റിയാലോ, എന്ത് ശബ്ദമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാദ്യം മാത്രമേ ഈ പാഞ്ചാലിൽ ഒരുക്കിയിട്ടുള്ളൂ. എനിക്ക് വയ്യാട്ടോ ഈ രാജധാനിയിൽ നടക്കാൻ, ഞാൻ ഒന്ന് പോവുക.
പുറപ്പെടുന്നില്ല ഈ കൊള്ളരുതാപ്പൻ പാഞ്ചാലൻ ആ ഭേരി മാത്രമേ അവിടെ ഒരുക്കിയിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞ ആരെങ്കിലും ഒന്ന് പോവാനിട വന്നാൽ ആർക്കും അതിന്റെ ചീത്തപ്പേര്. കാരണം എല്ലാവരും ഇവിടെ ക്ഷണിക്കപ്പെട്ടു വന്നിട്ടുള്ള ആളുകളാണ്, ആരും ഇവിടെ ക്ഷണിക്കാതെ കണ്ട് വന്നിട്ടില്ല. അപ്പൊ ഇവിടെ വന്ന് ഈ ഭേരി മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് അവിടുന്ന് പോയാൽ അതിന്റെ ചീത്തപ്പേര് പാഞ്ചാലിനുണ്ടല്ലോ. അത് പാഞ്ചാല രാജധാനിയിലുള്ള എല്ലാവർക്കും ഉണ്ട്, ഒരാൾക്ക് മാത്രമല്ല. അപ്പോ അതിനിട വരുത്തിയിട്ടില്ല. പാഞ്ചാലൻ വേറെയും വാദ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൊരു വാദ്യത്തിന്റെ ശബ്ദങ്ങളെ കൊണ്ടുള്ള ഘോഷ ഒരു ഭാഗത്ത് അതെന്താണ്? മദ്ദളം കുജിൽ. മദ്ദളം എന്ന് പറയുന്ന വാദ്യം അതെന്താണെന്ന് ശരിയേ മദ്ദളം മദ്ദളേ അത് ഇതൊന്നാ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോ. അനവധി തരത്തിലുള്ള വാദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ മദ്ദളം എന്ന് പറയുന്ന വാദ്യം അത് അതിഗേമായിട്ടുള്ള വാദ്യമാണ്. മനസ്സിലായോ? വാദ്യവിശേഷങ്ങൾ പലതരത്തിൽ പ്രയോഗിക്കാൻ പറ്റണമെന്നുണ്ട്. ചില വാദ്യങ്ങൾ നിലത്ത് വെച്ച് പ്രയോഗിക്കാൻ പറ്റണമെന്നുണ്ട്, ചില വാദ്യങ്ങൾ കഴുത്തിലിട്ട് പ്രയോഗിക്കാൻ പറ്റണമെന്നുണ്ട്, ചില വാദ്യങ്ങൾ ചുമലിലിട്ട് പ്രയോഗിക്കാൻ പറ്റണമെന്നുണ്ട്. ഇനി ചില വാദ്യങ്ങളാണെങ്കിൽ അത് അരയിലിട്ടിട്ട് പ്രയോഗിക്കുക. ഇങ്ങനെ അരയിലിട്ട് പ്രയോഗിക്കുന്ന ഒരു തരത്തിൽ വാദ്യമാണ് മദ്ദളം. അത് വെളുത്ത് തടിച്ച് കൊഴുത്ത് സുന്ദരന്മാരായിട്ടുള്ള ആളുകൾ ആ മദ്ദളം അങ്ങനെ അരയിലിട്ട് അതിങ്ങനെ വാദനം ചെയ്യുമ്പോ ഇവിടെ തടി എഴുത്തിരുന്നിട്ട് കാര്യമില്ല, അങ്ങോട്ട് നോക്കാം. മദ്ദള വാദന കളിയെങ്കിൽ നിപുണന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ആ മദ്ദളം എന്ന് പറയുന്ന വാദ്യം ഇങ്ങനെ വാദനം ചെയ്യുമ്പോൾ അത് കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് എത്ര ആളുകൾ അവിടെ നിറഞ്ഞു വശാക്കിയേക്കാന്ന് വെച്ചില്ല. അപ്പോ മദ്ദളം എന്ന് പറയുന്ന വാദ്യമാണ് ഒരു ഭാഗത്തായിട്ട് നിറച്ചു വശാക്കി തീർത്തിരിക്കുന്നത്. അത് കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് അനവധി ആളുകൾ, അതിന്റെ ഘോഷം. ഇനി വാദ്യങ്ങൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അവനദ്ധവാദ്യങ്ങള്, ഘനവാദ്യങ്ങള്, സുഷിരവാദ്യങ്ങള്. ഇതില് ഈ കുതൽവാദ്യം മാത്രമല്ല, വേറൊരു ദിക്കില് കാഹളം തുടങ്ങിയിട്ടുള്ള ശബ്ദം. കാഹളം എന്ന് വെച്ചാലോ കാഹളം എടുക്കില്ല. എടോ കൊമ്പ്, കുഴല്, ഓടക്കുഴല്, പുല്ലാങ്കുഴല്, കുറുങ്കുഴല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങളില്ലേ. പക്ഷെ പുല്ലാങ്കുഴല് കേൾക്കണം തോന്നുന്നുണ്ടോ? എന്നാ അവിടെ ഇന്നൊരു കാര്യമില്ല, അങ്ങോട്ട് നോക്കാം. ഏതാണ് അവിടെ പുല്ലാങ്കുഴലൊന്നും ഇല്ല. അവിടെ പോയി കഴിഞ്ഞാൽ പുല്ലാങ്കുഴല അത് അതിഗേമായിട്ട് ഇങ്ങനെ ആ പുല്ലാങ്കുഴല് അതൊന്നും ഉണ്ടാവുന്ന ആ ശബ്ദം അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകളാ പറഞ്ഞു. വശാകുമല്ലേ ഉത്സവമാകുമ്പോ എവിടേക്കാ പോണത്? ഞാൻ പുല്ലാങ്കുഴല് കുറച്ചു നേരം കേൾക്കാൻ പോകുന്നത്. അവിടെ അതിഗേമായിട്ടുള്ള പുല്ലാങ്കുഴലുണ്ട്, അതിന് വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവും. അപ്പോ വാദ്യങ്ങൾ ഇങ്ങനെ പലതരത്തില്, അതാണ് ഈ പറയണത്. അതിന്റെ ഘോഷ ഉത്സവത്തിന്റെ തുടക്കം മുതൽ തന്നെ. ഇനി വാദ്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ചില ആളുകൾക്ക് മുഷിയുണ്ടാവില്ലേ? ഏത് അല്ല ഈ പാഞ്ചാലൻ ഇപ്പൊ വാദ്യം മാത്രമേ ഇവിടെ ഒരുക്കിയിട്ടുള്ളൂ, വേറെ അല്ലേ? എനിക്കാണെങ്കിൽ ഉത്സവമായ വാദ്യത്തിനൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ എങ്ങനെയുള്ളതാ പാഞ്ചാലിനോട് ഒരുക്കിയേക്കണത്? വേറൊന്നുമല്ല, വേറെ ചില താല്പര്യക്കാർക്ക് വേണ്ടിയിട്ട് യോഷിതാം ഗീതം കുജിൽ, യോഷിത്തുക്കളുടെ ഗീതം ഒരുക്കിയിട്ടുണ്ട്. എന്താ താല്പര്യമില്ലേ ഗീതത്തിന്? അത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഗീതം പാട്ട് എന്താ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്താ അഭിപ്രായം? ഇപ്പൊ ഒരുവിധം പാടി പാട്ടിലാക്കിയിട്ടുണ്ട്. എന്താ അത്? എവിടെ നോക്കിയാലും പാട്ടുകാരാ. പണ്ടൊക്കെ ആണെങ്കിൽ 1 or 2 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഈ പ്രായത്തോടെ തുടങ്ങും വായ കുടിക്കാൻ. ഇപ്പൊ ആ പാട്ടുകാരാണ് ശരി. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് അതല്ല നമ്മുടെ പാഞ്ചാലിൽ ഒരുക്കിയിരിക്കണത്. പിന്നെയോ സംഗീതം, സമ്യക്കാകും വണ്ണുള്ള ഗീതം, അതാണല്ലോ സംഗീതം. അങ്ങനെ അതിഗേമായിട്ടുള്ള സംഗീത. ആ സംഗീതത്തിനുണ്ട പ്രത്യേകത. അതാ എങ്ങനെയുള്ള സംഗീതം എന്നാ പറയണത്? യോഷിതാം ഗീതം, യോഷിത്തുക്കളുടെ ഗീതം. യോഷിത്തുക്കളെന്ന് വെച്ച് കഴിഞ്ഞാലോ സുന്ദരിമാരെ കൊണ്ടുവന്നിട്ടാണ് സംഗീതം ആരംഭിച്ചേക്കുന്നത്. പാഞ്ചാലൊന്നും മനസ്സ് കിട്ടിയില്ല. കാരണം എന്താ? കാരണം സംഗീതം മാത്രമായാ പോരാ, പിന്നെയോ അത് സുന്ദരിമാരെന്നെ വേണം നിശ്ചയിച്ചു. അതെന്തിനാണോ സുന്ദരിമാരെ? വേറൊന്നുമില്ല, ആളുകൾ രസിക്കണല്ലോ. കാരണം ഇത് ഇങ്ങനെ കുറെ ഇപ്പൊ തന്നെ വിചാരിക്കുന്നുണ്ടാവും, എത്ര നേരമായിരുന്നു ഒരു കൊള്ളരുതാത്തവൻ അവിടെ അങ്ങനെ വായ പൊളിക്കുന്നു. എത്ര നേരം അവിടെ അങ്ങനെ കണ്ടിരിക്കുക, അങ്ങനെ വിചാരിക്കുന്നില്ലേ? ഇതൊരു സുന്ദരിയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാം? ഭയങ്കരമൊക്കെ മുന്നിലുണ്ടാവും. എന്താണ്? വേറൊന്നല്ല, ഒരു സുന്ദരിയാണല്ലോ അവിടെ സംഗീതം ആരംഭിക്കണത്. അപ്പൊ അത് മുന്നിൽ നിന്ന് തന്നെ വേണം അത് കേൾക്കാനും കാണാനും. കേട്ടാ പോലെ എവിടെയെങ്കിലും ഇരുന്നിട്ട് അത് പോരാ. സംഗീതമാണെങ്കിൽ മുമ്പേക്ക് അത് കേട്ടാ മതിയായിരുന്നു ഇല്ലേ? പണ്ടൊക്കെ അത് കേൾക്കണതായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ അതല്ല. സംഗീതം എന്ന് പറഞ്ഞാൽ അത് കാണാനും കൂടി വേണം ഇല്ലേ? എന്നാലേ ആളുകൾക്ക് ഒന്നും കൂടി ഉത്സാഹമാവും. അപ്പൊ പാഞ്ചാലിന് ഇത് എവിടേക്കാ പോണത്? അല്ല സുന്ദരിമാരൊന്നുമില്ല, സംഗീതം ഞാൻ പോവാ അവിടുന്ന്.
അങ്ങനെ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. സുന്ദരിമാരുണ്ട്, എത്രയാ സുന്ദരിമാരെ കൊണ്ടുവന്ന സംഗീതം വിജയിക്കണമെന്ന് വെച്ചില്ല. ഇപ്പൊ സുന്ദരിമാരെ കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് എത്ര ആളുകളാ അവിടെ ഇങ്ങനെ വായും പൊളിച്ച് അവര് ആ കർണത്തിൽ ഇങ്ങനെ അമൃതൊഴിച്ചാൽ എന്തൊരു സുഖ. അങ്ങനെ ആ സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകളാണ് അവിടെ വന്ന് കൂടിയേക്കണമെന്ന് വെച്ചില്ല. അപ്പോ യോഷിതാം ഗീതം കുജിൽ, ആ ഗീതം ഉണ്ട് പാഞ്ചാല രാജധാനിയില്. പാട്ടിന് താല്പര്യമുള്ള ആളുകൾ, സംഗീത കമ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അതികേമായിട്ടുള്ള സംഗീതം. നീ അതുവരെ ഗീതോ വാദ്യമൊക്കെ ഉണ്ട് ധാരാളം. അതിന് താല്പര്യമില്ലാത്ത കുറെ ആളുകളും ഉത്സവത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ശബ്ദമാണ് വേറൊരു ദിക്കില്. അതെങ്ങനെയുള്ള ആളുകളുടെ ശബ്ദം? വേറൊന്നുമല്ല, ആ വിപ്രന്മാര് അശ്രത്തുക്കളായിരിക്കുന്ന സമയത്തിങ്കിലേ കളകള ശബ്ദം. വിപ്രന്മാരെന്ന് വെച്ച് കഴിഞ്ഞാലോ ഈ തരക്കാര് ഇവര് പുറപ്പെടും. ഉത്സവമായാലേ അമർത്തം ഉണ്ടാവില്ല, ആദ്യം ചാടി പുറപ്പെടും. അവര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഗീതോ വാദ്യമൊന്നും ഇല്ലെങ്കിലും വിരോധമില്ല. പിന്നെയോ ബ്രാഹ്മണരാണല്ലോ, ഭോജനപ്രിയരാണ്. അവരൊക്കെ ആദ്യം വേണ്ടത് എന്താ? ഭക്ഷണം. അത് കഴിഞ്ഞാൽ പിന്നെ ദക്ഷിണി. എന്നാലേ സന്തോഷമാവില്ലേ? എടോ, ഈ പാഞ്ചാലം കൊള്ളരുതാത്തോ. ഞാൻ ഇവിടെ ക്ഷണിച്ച് വന്ന് ബ്രാഹ്മണര് നോക്കുമ്പോഴാണ് ഇവിടെ ഭക്ഷണമൊന്നുമില്ല. ഭക്ഷണമൊന്നുമില്ല. അട്ടേ മുഷിഞ്ഞു. ഈ ഗീതോ വാദ്യമൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. ഞാൻ പോവുക, എന്റെ അവിടെ കേൾക്കാ പോകുന്നു. എവിടേക്കാ പോണത്? അല്ല, ഇവിടെ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞപ്പോ പോവാ. വരുമ്പോ നല്ല ഉത്സാഹമായിരുന്നു. അതെന്താ? ഭോജനപ്രിയനായി, സംശയമൊന്നുമില്ലേ? ഏകമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഈ പാചാല ഭോജനാലയം ഒന്നും ഇല്ലടോ. ഇങ്ങനെ കൊള്ളരുതാത്ത പ്രത്യേകിച്ച് ഒരു വിവാഹോത്സവം ആവുമ്പോ ഭക്ഷണം വേണ്ടേ? ഭക്ഷണം ഇല്ലേ ഇവിടെ? ഇത്ര ഗെയിമായിട്ടുള്ള ഉത്സവമായിട്ട് ഭക്ഷണമൊന്നും ഇല്ലേ? ഇല്ലാന്നാ തോന്നുന്നല്ലേ? ഉണ്ടായിപ്പോ അതൊന്നും കണ്ടാ പോരാ, അതിലധികം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാ പറയണത്. അപ്പൊ ഭക്ഷണം ഇല്ലെങ്കിൽ എല്ലാവർക്കും മുഷിയും. അപ്പൊ പ്രത്യേകിച്ച് വിവാഹോത്സവം ആവുമ്പോ ഭക്ഷണം വേണം എന്നുള്ളത് ആ ബ്രാഹ്മണര് കണക്കാക്കി വരുമ്പോ അവരെ ഒന്നും മുഷിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് വിചാരിച്ച് പാഞ്ചാല രാജധാനിയില് അതികേമായിട്ടുള്ള ഭോജനാലയങ്ങളാ ഒരുക്കിയേക്കുന്നത്. അത് ഒന്നൊന്നുമല്ല, എത്ര എണ്ണാന്ന് ശല്യ. അപ്പൊ ആ ഭോജനാലയങ്ങളില് ബ്രാഹ്മണര് തൊട തിക്കി തിരക്കി ഇരുന്ന് ചതുർവിധ ഭോജ്യരസങ്ങളെ കൊണ്ട് ഘോരസപ്രധാനങ്ങളായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഉണ്ടാവുന്ന കളകള ശബ്ദം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? ഇവിടെ നേരെ ഇരിക്ക, നീ ഇങ്ങോട്ട് കയറി ഇരിക്ക, ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. ഒരു ഞാൻ എല്ലടാ പോവും, അതാ പറയണത്. തൊടോട് അങ്ങനെയല്ല, നീ കുറച്ചങ്ങോട്ട് മാറിയിരിക്കുക, അങ്ങോട്ട് മുമ്പിലേക്ക് കയറിയിരിക്കുക. ഇങ്ങോട്ട് ഒപ്പം ഇരിക്കുക. ഇന്ന് നിലത്തിരുന്നിട്ട് ശീലല്ലേ? ആ ചമ്രപ്പടി ഇട്ടിരുന്ന് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കണതിന്റെ ഒരു സുഖം അതൊന്നും നിശ്ചയം തന്നെ ഇല്ല. അതാണപ്പൊ ഇങ്ങനെ. ആ നേരെ ഇരിക്കുക. അങ്ങനെ ഒന്നുകൂടി അടുത്തിരുന്നോ, നീ ഒന്ന് നേരെ ഇരിക്കുക. ഞാൻ എല്ലടാ പോവും, അതാ പറയണത്. നിങ്ങളൊക്കെ ആദ്യത്തെ പന്തിയിൽ ഇരിക്കണതല്ലേ? കാലൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചോ. അങ്ങനെ ഞാൻ എല്ലടാ പോവാട്ടോ. ആ ഇല ഇട്ട് കഴിഞ്ഞാൽ യോഗ്യന്മാരായിട്ടുള്ള വിളമ്പലുകാരാണല്ലോ അവര്. ഓരോ ഭക്ഷണ വിഭവങ്ങളായിട്ട് അങ്ങോട്ട് തുടങ്ങുക ഈ വിളമ്പല്. അങ്ങനെ വിളമ്പുമ്പോൾ ബ്രാഹ്മണർ ഇങ്ങനെ ഉത്സാഹമായിട്ട് ഇരിക്കുമ്പോഴാണ് എലിശ്ശേരിയായിട്ട്, പുളിശ്ശേരിയായിട്ട്, കാളനായിട്ട്, ഓലനായിട്ട്, അവിയലായിട്ട്, ചെറിയ പപ്പടം, വലിയ പപ്പടം, ചേന വറുത്തത്, കായ വറുത്തത്, പഴമുറുക്ക്. നോക്കട്ടെ, എന്താ കഴിക്കാൻ പാകത്തില്ല. നീ എന്താ വേണ്ടത്? ഇല്ലേ, അതെന്താ? ഭോജനപ്രിയരായിട്ടുള്ള ആളുകൾ അനവധി സദ്യയിൽ പങ്കെടുത്ത ശീലമുള്ള ആളുകൾക്ക് അറിയാം. വിഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചില വിദ്വാൻമാരെ താടി ഇങ്ങനെ പതുക്കെ മേപ്പോട്ടായി തുടങ്ങും. അതെന്താ? വേറൊന്നല്ല, അടുത്തത് ചോറിന്റെ വരവുണ്ട്. ചോറിന്റെ വരവുണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആവാം, ഒന്നും കൂടി ആവാം, ഒരു ചട്ട കൂടി ആയാൽ കഷ്ടി തടിയൊക്കെ മുറ്റും. അമ്പടാ, താൻ ഇത്രയൊക്കെ കഴിക്കുമോ? കണ്ടാ പറയില്ല കേട്ടോ. കഴിക്കുന്ന ആളുകളാണെങ്കിലും വിളമ്പണ ആളുകൾക്ക് ഒരു ഉത്സാഹം ഉണ്ടാവും. അതല്ലെങ്കിൽ ഇതൊക്കെ മതിയോ എന്ന് വിചാരിക്കില്ലേ? കാരണം എന്താ? ഈ വിദ്വാൻ സാധാരണ എല്ലാവരും ചോറൊക്കെ വന്നു കഴിഞ്ഞാൽ കൈ കൊണ്ടാണല്ലോ ചിക്കുക. എന്നാ ഈ വിദ്വാൻ അങ്ങനെയല്ല, താടി കൊണ്ടാ. അമ്പട കേമാ, ഒരു കുഴി ഉണ്ടാക്കാൻ. ചോറ് വന്നില്ലേ? കുഴി ഉണ്ടാക്കാൻ ഇതെന്തിനാന്ന് അറിയില്ലേ? കുഴി ഉണ്ടാക്കാൻ. കാരണം നല്ല ഭക്ഷണമൊന്നും കഴിച്ച് ശീലമില്ലല്ലോ. കണ്ണി കണ്ടതൊന്നും കഴിച്ചിട്ടല്ലേ ശീലം. നല്ലത് കഴിച്ച് ശീലം ഉണ്ടെങ്കിലല്ലേ ഒരു കുഴി. എടോ, ഞാൻ അനവധി സദ്യയിൽ പങ്കെടുത്ത് ശീലമുള്ളതാണ്. അതാ പറയണത്, എല്ലാവരും ഉണ്ടാക്കിക്കോ, ഓരോ കുഴി ഉണ്ടാക്കിക്കോ. അതെന്തിനാണ്? കാരണം ഞാൻ ചില സദ്യയിൽ പങ്കെടുക്കാൻ പോകുന്നത് എത്രാമത്തെ പന്തിയാണെന്ന് വെച്ചില്ല. കുറച്ച് പന്തി കഴിഞ്ഞാൽ അടുത്തത് വരണത് കഷണം കുറവും വെള്ളം അധികമായിട്ടാവും. അങ്ങനെ ആയി കഴിഞ്ഞാൽ അണക്കെട്ട് ഭദ്രാവണം. അതാ പറയണത്, മനസ്സിലായോ? അണക്കെട്ട് ഭദ്രായിട്ടില്ലെങ്കിൽ ഇതിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അണക്കെട്ട് ഭദ്രാവണ കാര്യമൊക്കെ. അണക്കെട്ട് ഭദ്രായിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവില്ല? നല്ല ഇലയിലത്തെ അപ്പുറത്തിരിക്കണവന്റെ ഇലയിലേക്ക് ഊക്കപ്പാടം കൂട്ടിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അപ്പുറത്തിരിക്കണവന്റെ ഇലയിലേക്ക് ആയാൽ ആ വിദ്വാൻ ഒരു പക്ഷെ ദേഷ്യം വന്ന് കയ്യെ തിരിപ്പി ചിലപ്പോൾ കൊള്ളരുതാക്കോ
എന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് പിന്നെ കാര്യമില്ല. അപ്പൊ തീരുമാനമാവുകയാണ് കേട്ടോ, ആരുടെ നമ്മുടെയാണോ വേറെ എവിടെയാണോ അല്ലേ ഏത് ഒരെണ്ണം കിട്ടുമ്പോ തരാമെന്ന് ആയിക്കോളും. അങ്ങനെയല്ല, അണക്കെട്ട് ഭദ്രങ്ങൾ അത്രയുള്ളൂ, മനസ്സിലായോ? നീ എന്താ വേണ്ടത്? അത് വന്നു. നീ എന്താ അങ്ങനെ ചെയ്യണത്? കഴിച്ചോ, കഴിക്കാൻ. അതൊക്കെ വളർത്തി കൊടുത്താലും എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചില്ലല്ലോ, അതല്ലേ. ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ശീലമുണ്ടോ? അതുകൊണ്ട് ഭൂതിരസങ്ങളെ കൊണ്ട് ഗോരസപ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്നാ ഓരോ ഉരുള കുട്ടിക്കോ. ഇങ്ങനെ ഇരിക്കാനല്ല, അതൊക്കെ വളർത്തി വെച്ചാൽ ഇങ്ങനെ ഇരിക്കുക. ചിലത് കടിയിൽ കഴിഞ്ഞു കൊടുക്കുക കുട്ടിക്കോ. ഓരോ ഉരുളകൾ ഉരുട്ടാൻ ഞാൻ സ്നേഹം കൊണ്ടല്ലേ പറയണത്. ഞങ്ങൾ കുട്ടിക്കോ എല്ലാവരും. ഈ ഒരു ഉരുള ഞാൻ പറഞ്ഞുതരാം, ബാക്കിയൊക്കെ ഒറ്റയ്ക്ക് കഴിച്ചോ. അതും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. എന്നാ കുട്ടിക്കോ. ഓരോ ഉരുളകൾ ഉരുട്ടുക. നീ കുട്ടിക്കോ. നീ വേറൊരു അവസരം കിട്ടിയെന്ന് വരിക, അതാ പറയണത്. ഓരോ ഉരുളം കൂടി ഉരുട്ടുക, എല്ലാവരും ഉരുട്ടിക്കോ. നേരെ ഉരുട്ട. ഓരോ ഉരുളം കൂടി ഉരുട്ടുക, ഉരുട്ടിക്കോളൂ. ഓരോ ഉരുളം കൂടി ഉരുട്ടുക. ആ സാമ്പാറിലെ കൂടെ ഒപ്പുക, തളെല്ലാം കൂടെ ആറാടുക, ഉപ്പേരിയെ കൂടെ പൊലിപ്പിക്കുക. എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ടാ എരിശ്ശേരിയുള്ള വറവ്? എങ്ങനെയുണ്ടാ? അസലായിട്ടുണ്ടാവും. ഉപ്പ് 84-ാം പിറന്നാളിനുണ്ടായ പ്രഥമനാണ് ഇന്നത്തെ പ്രഥമന ഗേമായി. 84-ാം പിറന്നാളിനുണ്ടായത് അതിഗേമായി. ഇപ്പൊ ബഹുഗേമം. ഇങ്ങനെ ഓരോ വിഭവങ്ങളെ കുറിച്ചും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണര്. അതാണ് വിപ്രാണാം അശ്നതാം കളകളോ കുജിൽ. ആ വിപ്രന്മാര് അശ്നത്തുക്കളായിരിക്കുന്ന സമയത്തെങ്കിലേ കളകള ശബ്ദം എന്ന് പറയാൻ കാരണം ഒരാള് സംഭാഷണം ചെയ്യണ പോലെ അല്ലല്ലോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംഭാഷണം ചെയ്യുമ്പോ ആ പ്രദേശത്ത് നിന്ന് അത് കളകള ശബ്ദമായിട്ടാണ് പുറത്തേക്ക് കേൾക്കുക, അല്ലേ? അങ്ങനെ ആ ബ്രാഹ്മണര് ഒരു നേരമല്ല, 2 നേരമല്ല, 3 നേരമല്ല, എപ്പോഴാണോ അവിടെ ചെല്ലണത് അധികമായിട്ടുള്ള ഭക്ഷണം പാഞ്ചാലിന് ഒരുക്കിയപ്പോ അതിന്റെ ഘോഷാണ് പാഞ്ചാല രാജധാനിയില് ഒരു ഭാഗത്ത് അങ്ങനെ നിറഞ്ഞു വശായിരിക്കുന്നത്. അപ്പോ അതും ഉണ്ട് ഉത്സവാരംഭം മുതലേ, മനസ്സിലായില്ലേ? ഇനി എന്താ? ഇനി വേറൊരു ദിക്കില് ഗംഭീര കുംഭീശ്വര പ്രധ്വാന കുജിൽ. ഗംഭീരന്മാരായിരിക്കുന്ന കുംഭീശ്വരന്മാരുടെ പ്രധ്വാനങ്ങളെ കൊണ്ട് നിറച്ചു വശാക്കി തീർത്തിട്ടുണ്ട്. ഗംഭീരന്മാരായിരിക്കുന്ന കുംഭീശ്വരന്മാര് ആനകള്. ഉത്സവമാകുമ്പോ ആനക്കമ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവരാദ്യം അവിടെ അന്വേഷിക്കുക, ആനല്ലേ എവിടെ? ആനല്ലേ? ഇത്ര കേമായിട്ടുള്ള ഒരു ഉത്സവമായിട്ട് ആനയുടെ എഴുന്നള്ളത്തില്ല. ഞാൻ ഇവിടെ കൊണ്ട് കുറെ നേരമായി നടക്കുന്നു, ആനയൊന്നും കാണാനില്ല. ആനയില്ലേ ഉത്സവത്തിന്? ഞാൻ മുഷിഞ്ഞുട്ടോ. എനിക്ക് ആനയുടെ എഴുന്നള്ളത്ത് വേണമെന്ന് എനിക്ക് നിർബന്ധം. പല ആളുകൾക്കും ഇതൊന്നും വേണ്ടാന്നുണ്ട്. ആനയുടെ എഴുന്നള്ളത്ത് വേണോ വേണ്ടേ എന്നുള്ള സംശയം കേട്ടിരിക്കൂലേ? വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ മുഴുവൻ എഴുന്നള്ളി കൊണ്ടി വരുന്നല്ലാതെ അങ്ങനെ ആകുമ്പോ പിന്നെ സംശയം കേട്ടിരിക്കും. എന്നാലും അങ്ങനെ അല്ലടോ, ആന ആകുമ്പോ എന്നാലല്ലേ ഉത്സവ കേമാവൂ. ആ ആന എങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതും അതികേമന്മാരായിട്ടുള്ള ആനകളെ എഴുന്നള്ളിച്ച് നിർത്തുമ്പോ ഉത്സവത്തിന് അതിന്റെ ഭംഗി വേറൊന്നല്ലേ? അപ്പോ ആന വേണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയെന്നൊന്നും നിശ്ചയില്ല. അപ്പൊ പാഞ്ചാലി ഇനി ആന വേണ്ടാന്ന് നിശ്ചയിച്ച് ആനയൊന്നും ഇല്ലേ ഇവിടെ? ഞാൻ മുഷിഞ്ഞു, എന്റെ അവിടേക്ക് പോവുക എന്നുള്ളത് പറഞ്ഞ ആരെങ്കിലും മുഷിഞ്ഞു പോകാൻ ഇടവന്നാലോ എന്ന് വിചാരിച്ചു. അതല്ല, വരുന്ന ആളുകളെ രസിപ്പിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ആനക്കമ്പക്കാരായിട്ടുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാഞ്ചാലൻ ഒരു ഭാഗത്ത് പട്ടുകൂറ്റൻ കൊമ്പനാനകളെയാണ് നിരത്തിയാണ് നിർത്തിയേക്കുന്നത്. കണ്ണ പേടിയോ വലിയ കൊമ്പ് തുമ്പി അതിങ്ങനെ നെറ്റിപ്പട്ടൊക്കെ കെട്ടിയ തണമ്പൊക്കെ വെച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ എത്ര നോക്കി നിന്നാലും മതിയാവില്ല. ആനക്കമ്പക്കാർ അതിന്റെ അടുത്ത് തന്നെ ആനയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. ആനയെ കാണണോ? ആ ഭാഗത്ത് നോക്കോ നിൽക്കോ? അതോ സമാധാനായി. എപ്പോഴാണ് ഇത് ആനയെ പറ്റി താല്പര്യമുള്ളതാ? ഇത് വേറെ ആർക്കും അറിയില്ല. അപ്പൊ ആനയെ കാണാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് എങ്ങനെയാ അത് മനസ്സിലായത്? അവിടുന്ന് ആനയുടെ ശബ്ദം കേൾക്കാണ്ട്. അതാ ഗംഭീര കുംഭീശ്വര പ്രധ്വാന കുജിൽ. ഗംഭീരന്മാരായിരിക്കുന്ന കുംഭീശ്വരന്മാരുടെ പ്രധ്വാനങ്ങളെ കൊണ്ട് നിറച്ചു വശാക്കി നിർത്തിയിട്ടുണ്ട്. പ്രധ്വാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാലോ ആന പീരിയിടുക എന്നാണ് അതിന്റെ ഭാഷ. അല്ലേ? ആന ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടോ? ആന ശബ്ദം ഉണ്ടാക്കുന്നത് ആനയെ തന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ ആന ശബ്ദം ഉണ്ടാക്കണം. ആനയുടെ ശബ്ദം എങ്ങനെ വെച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കാം. തുമ്പിക്കൈയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെയാണോ ആന ശബ്ദം ഉണ്ടാക്കുക? അതല്ല, മനുഷ്യരുടെ ഇത്രേ പുറപ്പെടും. ഉത്സവോദയ മഹാഘോഷാകഥം കഥ്യതേ. ആ ഉത്സവോദയ മഹാഘോഷമുള്ള വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുമോ? ഭാവനാവിലാസന്മാരായിട്ടുള്ള ആളുകൾ അവരവരുടെ ഭാവന
മോഹന കൊണ്ട് ആ ഉത്സവത്തിന് പങ്കെടുത്ത് ശീലമുള്ള ആളുകൾക്ക് ഇത് ആലോചിക്കാൻ പറ്റുമല്ലോ ഇല്ലേ? അത് പട്ടുകൂറ്റൻ കൊമ്പനാനകളെ ഇങ്ങനെ നിരത്തി നിർത്തി അവര് ആ തുമ്പിക്കൈ ഉയർത്തിയിട്ട് ഒരുപോലെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ ശബ്ദങ്ങളെ കൊണ്ട് ശബ്ദായമാനമായി തീർന്നിട്ടുള്ള പാഞ്ചാല രാജധാനിയിലത്തെ അന്തരീക്ഷം ആണ് മഹാഘോഷാകഭം കഥ്യതേ. ആ മഹാഘോഷം അത് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ തന്നെ സാധിക്കാത്തതാ. അത്ര ഹേമാക്കി തീർന്നിട്ടുണ്ട് പാഞ്ചാല രാജധാനിയിലത്തെ അന്തരീക്ഷം എന്നുള്ളതാണ് ചുരുക്കം. പിന്നെ അത് മാത്രമാണോ? സംവിധന്മാരുടെ രഭസേനയുള്ള പ്രോത്സാഹനങ്ങളെ കൊണ്ടുള്ള നിസ്വരങ്ങള്. സംവിധന്മാരെ എന്ന് വെച്ച് കഴിഞ്ഞാലോ പാറാവുകാര്. ആ ഉത്സവം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പാഞ്ചാല രാജധാനിയില് അനവധി പാറാവുകാരെ നിയോഗിച്ചപ്പോ ആ പാറാവുകാര് ഉറക്ക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് രാജധാനിയിൽ മുഴുവൻ നടക്കുക. കാരണം എന്താ? ഇവിടെ വരുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് അവർ ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ വരുന്ന ആളുകൾക്ക് അറിയില്ല, ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് അറിയില്ല. അപ്പൊ എവിടേക്കാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത് അതൊന്നും അറിയില്ലെങ്കിൽ അവരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാറാവുകാർ വേണമല്ലോ. അത് പാഞ്ചാലൻ അവിടെ ധാരാളം വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പാഞ്ചാലൻ വിന്യസിച്ചിട്ടുള്ള പാറാവുകാര് അവരാ പ്രവൃത്തി ഉത്സാഹത്തോടു കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ ഉറക്ക ശബ്ദം ഉണ്ടാക്കുക. എന്താണ്? ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കണത്? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും ശബ്ദം ഉണ്ടാക്കില്ലെങ്കിലും വിരോധമില്ല, അവര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല നമുക്ക് എന്താ വേണ്ടത്? ഭക്ഷണം കഴിക്കാൻ നേരമായോ? നേരം കുറേ അതാ ചോദിക്കുന്നത്. ഭക്ഷണം കഴിക്കാനായോന്ന്. അത് ആ ഭാഗത്ത് പോയ ഭോജനാലയുണ്ട്, കേമായിട്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ വന്നിരിക്കാം. നിനക്കെന്താ വേണ്ടത്? കുറച്ച് സംഗീതം കേൾക്കണമെന്നുണ്ടോ? എന്നത് ആ ദിക്ക് പോയി സംഗീതം കേൾക്കണം. നിനക്ക് എന്താ വേണ്ടത്? ഒന്ന് വിശ്രമിക്കണം തോന്നുന്നുണ്ടോ? എന്നത് ആ ഭാഗത്ത് പോയാൽ വിശ്രമിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയോ കുളിക്കേണ്ട ആളുകൾക്ക് കുളി പതിവുണ്ടാവും. അല്ല സാധാരണ പതിവൊന്നുമില്ല. എന്താ വിശേഷമായിട്ടുള്ള ദിവസമായിട്ടൊന്നും കുളിക്കാന്ന് വിചാരിച്ചാൽ അവിടെ ഗേമായിട്ടുള്ള ജലാശയം അവിടെ പോയി കഴിഞ്ഞാൽ അതിഗേമായിട്ടുള്ള തെച്ചുകുളി. ഇങ്ങനെ ഓരോരുത്തരെയും ഓരോന്ന് ചെയ്യാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാറാവുകാർ അവരുടെ ശബ്ദമാണ് സംവിധന്മാരുടെ രഭസേനയുള്ള പ്രോത്സാഹനങ്ങളെ കൊണ്ടുള്ള നിസ്വരങ്ങള്. ഇങ്ങനെ തുടങ്ങി ആ കുടിക്കൂറകള്, തോരണങ്ങള്, ദീപവിധാനങ്ങള് എന്ന് വേണ്ട പാഞ്ചാല രാജധാനിയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് ആ എവിടെയാണോ ആ ഗംഭീരമായിട്ടുള്ള ഗോപുരം, ആ ഗോപുരം കടന്നു കഴിഞ്ഞാൽ പാഞ്ചാല രാജധാനിയിലത്തെ അന്തരീക്ഷം അത് മറ്റൊരു പ്രകാരത്തിലായി തീർന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അത്ര കേമായിട്ടാ മനോഹരായി തീർന്നിട്ടുണ്ട് പാഞ്ചാല രാജധാനി. അതിന്റെ ഘോഷം അത് ആ ഓരോ നിമിഷം പ്രതി ഇങ്ങനെ വർദ്ധിച്ചു വരിക. അതിങ്ങനെ വർദ്ധിച്ച് അതിങ്ങനെ ഒരു ദിവസം തുടക്കത്തിന്റെ കാര്യം ഈ പറയണത്. അപ്പൊ അതിങ്ങനെ വർദ്ധിച്ച് എത്ര കണ്ടാണ് അത് വർദ്ധിക്കണത് ശരിയ. അതിന്റെ കാര്യം വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാ. ഇനി അത് മാത്രമാണോ? ഇനി അത്രയൊക്കെ കേമായിട്ടുള്ള വിഭവങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരും അവിടെ ഇല്ല. ഇങ്ങനെ ആയി കഴിഞ്ഞാലോ ഉത്സവം കേമാകൂ. ഇവിടെ കാര്യമായിട്ട് എല്ലാം ഒരുക്കിയിട്ടൊക്കെ ഉണ്ട്. ഗീതമുണ്ട്, വാദ്യമുണ്ട്, ആരുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെയോ എല്ലാവരെയും ക്ഷണിക്കും ചെയ്തു. എന്നാ എല്ലാവരും വന്നുവോ? അതില്ല. അതെന്താണോ വരാത്തത്? വേറൊന്നുമില്ല, ക്ഷണമൊക്കെ കേമായി. അവിടെ ചെന്നപ്പോഴാണ് അതേ പുത്രിയുടെ വിവാഹോത്സവമാണ് കേട്ടോ, വരണം കേട്ടോ. വരാം, വിരോധമൊന്നുമില്ല. ആ വിദ്വാൻ ക്ഷണിച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാലാണ് ആ കോളേജിലാത്ത ഇതുവരെ എന്നോടൊരു ലോഹ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഏതും കൂടെ പോയാൽ അത് ശ്രദ്ധിക്കുകയില്ല. ഇപ്പൊ അവനവന്റെ പുത്രിയുടെ വിവാഹം ആയപ്പോ വരും വരണേന്ന് വേണ്ടത് കോളേജിലാത്ത ഞാനൊന്നും പോയിട്ടുണ്ട്. അവനവന്റെ ആവശ്യം വന്നപ്പോ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുക. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ആരെങ്കിലും പോവോ? ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ വിവാഹമൊക്കെ കേമായിട്ടുണ്ട്, പക്ഷെ ആരും ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയില്ല. അങ്ങനെ വിവാഹം കേമാവില്ലല്ലോ, ഉത്സവം കേമാവില്ല. അപ്പൊ ഇതങ്ങനെയല്ല. ക്ഷണിച്ചപ്പോ തന്നെ എല്ലാവരും ആ പാഞ്ചാലൻ എന്ന് പറഞ്ഞാൽ അതികേമനായിട്ടുള്ള ആളാണല്ലോ, ആ യോഗ്യനായിട്ടുള്ള മഹാരാജാവ്. അപ്പോ ആ മഹാരാജാവിന്റെ രാജധാനിയിലേക്ക് അംഗരാജാവ്, കലിംഗരാജാവ്, രതിരാജാവ്, ചോളരാജാവ്, പാണ്ഡ്യരാജാവ് തുടങ്ങിയിട്ടുള്ള അതികേമന്മാരായിട്ടുള്ള രാജാക്കന്മാര് അവരെല്ലാവരും പുറപ്പെട്ടവിടെ എത്തി. അവര് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ പുറപ്പെടുന്ന പോലെ എല്ലാ രാജാക്കന്മാരൊക്കെ പുറപ്പെടുമ്പോ അങ്ങനെയാണോ? നമുക്കൊക്കെ ആണെങ്കിൽ രണ്ടാമത് കവലിട്ട് പുറപ്പെട്ടാൽ മതി. എന്നാൽ രാജാക്കന്മാര് പുറപ്പെടുമ്പോഴോ രാജാക്കന്മാരെ മുഖ്യന്മാരായിട്ടുള്ള ആളുകളാണല്ലോ. മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ പുറപ്പെടുമ്പോ ഇടത്ത് കിടക്കാൻ ആളുകള്, വലത്ത് കിടക്കാൻ ആളുകള്, പിന്നിൽ കിടക്കാൻ ആളുകള്, മുമ്പിൽ കിടക്കാൻ ആളുകള് അല്ലേ? വരവ് കണ്ടോ? ആരാ വരണത്? ഏതോ സ്ഥലത്ത് മുഖ്യനാണാ തോന്നുന്നത്. മുഖ്യൻ വരുമ്പോ എന്തിനാ ഇത്രയും ആളുകൾ കൂടെ?
വേറൊന്നല്ല മുഖ്യനെ ഒറ്റയ്ക്ക് കൃത്യം രണ്ടര കൊടുത്താലോ ആളുകൾ വന്നാലോ അതല്ല പിന്നെ സ്ഥാനത്തിനാണല്ലോ യോഗ്യത. അപ്പൊ ആ സ്ഥാനത്തിന്റെ യോഗ്യത അനുസരിച്ചാണ് സ്ഥാനമുള്ള ആളുകൾ പുറപ്പെടുക. അപ്പൊ ഇവിടെ മഹാരാജാക്കന്മാര് പുറപ്പെടുമ്പോ അവരതിനനുസരിച്ച് ആളെ കൂട്ടിയിട്ട് ആ സർവ്വ സൈന്യ സമേതം അങ്ങനെ പുറപ്പെട്ട അവരുടെ പ്രൗഢിക്കനുസരിച്ച് ആ രാജധാനിയിൽ എത്തൽ കഴിഞ്ഞു. ഇങ്ങനെ ബ്രാഹ്മണരുടെ സമൂഹം മുഴുവൻ, മഹാജനങ്ങൾ മുഴുവൻ എല്ലാവരും പാഞ്ചാല രാജധാനിയിൽ എത്തിയിരുന്നു പറയാൻ. ഇനി ആരും എത്താനില്ല അവിടെ. അതാ ഇനി ആരും എത്താനില്ല എന്നുള്ളത് ഒരു വാക്കുകളെ കൊണ്ട് പറയുകയാണോ? അതല്ല. പിന്നെ സാക്ഷാൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതം ജ്യേഷ്ഠനായിരിക്കുന്ന ബലഭദ്രരോട് കൂടിയിട്ട് യാദവ സൈന്യത്തിനെയും കൂട്ടിയിട്ടാണല്ലോ പാഞ്ചാല രാജധാനിയിലേക്ക് പുറപ്പെട്ടത്. കാരണം എന്താ? തന്റെ പരമഭക്തന്മാരായിട്ടുള്ള പാണ്ഡവര് വേഷപ്രച്ഛന്നരായി ബ്രാഹ്മണ വേഷത്തെ ധരിച്ച് പാഞ്ചാല രാജധാനിയിൽ എത്തും. അങ്ങനെ എത്തുമ്പോ അവരുടെ കീർത്തിയും യശസ്സും ഒരുപോലെ വർദ്ധിപ്പിക്കണം എന്നീ വണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനും ആ പാഞ്ചാല രാജധാനിയിൽ എത്തി. മാത്രമല്ല തന്റെ പരമഭക്തിയായിട്ടുള്ള പാഞ്ചാലിയെ പോലെ ഇത്രയും ഭക്തി ഉണ്ടായിട്ട് ഒരു കന്യക വേണമില്ലല്ലോ. അങ്ങനെ തന്റെ പരമഭക്തിയായിട്ടുള്ള പാഞ്ചാലിയുടെ വിവാഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ഭാര്യാസമേതം ജ്യേഷ്ഠനോടുകൂടി യാദവ സൈന്യത്തോടു കൂടിയിട്ടാണ് പുറപ്പെടലുണ്ടായത്. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യമൊക്കെ അവിടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാലും ഒരു ഉത്സവത്തിന്, ഒരു വിവാഹോത്സവത്തിന് ഇല്ലേ, അതാണ് ഇനി ആരും പങ്കെടുക്കാനില്ല എന്നൊക്കെ പറയുന്നത്. എല്ലാ ദിക്കിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമോ? ഇല്ല. അത്ര കേമായിട്ടുള്ള ഒരു വിവാഹോത്സവമാണ് പാഞ്ചാലിയുടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ എല്ലാവരും ആ രാജധാനിയിൽ എത്തിയപ്പോ ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്നാണെങ്കിൽ വേറൊന്നുമില്ല. പാഞ്ചാല ഭൂപാല സുതോ മഹാത്മാ സഞ്ജോതിതസ്താദഗിരാ തദാനിം പഞ്ചേഷു വേഷാൻ നൃപദീനശേഷാൻ മഞ്ജേഷു സംവേശിതവാൻ യഥാരികം തദാനിം പാഞ്ചാല ഭൂപാല സുതാ അശേഷാൻ നൃപദീം മഞ്ജേഷു സംവേശിതവാൻ. അതിനുശേഷം ആ പാഞ്ചാല ഭൂപാല സുതൻ ധൃഷ്ടദ്യുമ്നനായിരിക്കുന്ന അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ എത്തിയിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ ആ മഞ്ചങ്ങളിൽ സംവേശിതവാനാക്കി ചെയ്തു. എന്ന് വെച്ചാൽ സിംഹാസനങ്ങളിൽ എല്ലാവരെയും അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അതെന്താണ്? ഇത്ര കേമന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ വരുമ്പോ അവരെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ധൃഷ്ടദ്യുമ്നനാണ്. അങ്ങനെ വേണം ഇല്ലേ? വിവാഹമായി ക്ഷണമൊക്കെ കേമായി ക്ഷീണം സ്വീകരിച്ച് അവിടെ ചെല്ലും ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് വിവാഹോത്സവത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്ഷണമൊക്കെ കേമായിരുന്നു. അവിടെ ചെന്നപ്പോ ആരെയും കാണാനില്ല. ആ ചെല്ലേണ്ട ദിക്കൊക്കെ പറഞ്ഞു തന്നു, വിരോധമൊന്നുമില്ല. അവിടെ ചെന്നു, വിവാഹം നടക്കേണ്ട ദിക്കിൽ ചെന്നപ്പോഴാ ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ആരും സൽക്കരിക്കാനൊന്നും ഇല്ലേ, സ്വീകരിച്ചിരുത്താനൊന്നും ആരുമില്ലേ. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇതിന്റെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ആരും ഇവിടെ കാണാനില്ല. ഈ കൊള്ളരുതാപ്പോ വിവാഹത്തിന് ക്ഷണിച്ച അങ്ങനെ ഇവിടെ വരുമ്പോ വല്ലവരും വേണ്ടേ സ്വീകരിക്കാൻ? അതല്ലാതെ ആരും ഇല്ലാതെ മുഷിഞ്ഞു. ഞാൻ ഇവിടുന്ന് പോവുക, ഞാൻ ഇവിടെ പുറപ്പെടേണ്ടതില്ല. ഇങ്ങനെ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ ചെല്ലുമ്പോ അവരെ സൽക്കരിക്കാൻ ആളുകൾ വേണമെങ്കിൽ ഇനിയോ സൽക്കരിക്കാൻ ആളുണ്ടോ? അതെങ്ങനെയുള്ള ആളാ? ഏതോ ഒരു വിദ്വാൻ, കണ്ടാൽ തന്നെ പരിചയമില്ല, അങ്ങനെ ഉണ്ടാവില്ലേ? വിവാഹത്തിന് ചെന്നാൽ സൽക്കാരം കേമാ. ആ വരാം വരാട്ടോ, ഇവിടെ വരാം ഇവിടെ വരാം. ആ അതാ ഈ കൊള്ളല്ല പോയത് വേഷം സമ്പ്രദായം കണ്ടാൽ തന്നെ പേടിയാവും. എന്താണ് ഈ വിദ്വാനാണോ അവിടെ ചെന്നാൽ സൽക്കരിച്ചിരുത്താൻ? വേറെ ആരും ഇല്ലേ, ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലേ, പരിചയമുള്ള ആരും കാണാഞ്ഞല്ലോ. വിവാഹത്തിന് ചെന്നാൽ ഞാൻ കൊള്ളരുതാത്ത വിവാഹം, ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ പങ്കെടുത്തിട്ടില്ല കേട്ടോ, ഇവിടെ വന്നപ്പോ ഒരു കൊള്ളരുതാത്ത അവന്റെ വകയാ സൽക്കാരം. അങ്ങനെ ചെയ്യാനും ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇതങ്ങനെയല്ല. പിന്നെയോ ആരാ അവിടെ സൽക്കരിച്ചിരിക്കുന്നത്? പാഞ്ചാല ഭൂപാല സുത. പാഞ്ചാല ഭൂപാല സുതന എന്ന് വെച്ചാൽ പാഞ്ചാലപുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നൻ അവിടെ എത്തിയിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ സ്വീകരിച്ച് വരാം 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 അവിടെ ഇരിക്കാം. ആ പാഞ്ചാലിയുടെ സഹോദരനാണല്ലോ. വരാം 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 അവിടെ ഇരിക്കാം, വരാം അവിടെ ഇരിക്കാം, വരാം അവിടെ ഇരിക്കാം. അതും എങ്ങനെയുള്ള രാജാക്കന്മാരെയാണോ സ്വീകരിച്ചിരുത്തിയതാണെങ്കിൽ പഞ്ചേഷു വേഷാന
ശേഷാൻ നൃപതി പഞ്ചേഷുവിന്റെ വേഷം പോലെ ധരിച്ചിട്ടുള്ള ആ അതിസുന്ദരന്മാരായിട്ടുള്ള രാജാക്കന്മാരെ. പഞ്ചേഷു എന്ന് വെച്ച് കഴിഞ്ഞാലോ 5 ഇഷുക്കളോടുകൂടിയവൻ കാമദേവനെ പോലെ സുന്ദരാംഗന്മാരായിട്ടാണ് രാജാക്കന്മാര് മുഴുവൻ അവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത്. അതെന്താണ്? ആ കിരീടം, കുണ്ടലം, കടകം, പരിസൂത്രം, ആ പട്ടുവസ്ത്രങ്ങള്, ഇങ്ങനെയൊക്കെ പട്ടുവസ്ത്രങ്ങൾ കൊടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതിസുന്ദരന്മാരായിട്ട് ആ സിംഹാസനത്തിലെ ഞെളിയിരിക്കുക രാജാക്കന്മാര്. ഇതെന്താണ്? കാരണം അവരെല്ലാവരും കന്യകയെ മോഹിച്ചിട്ടാണ് പുറപ്പെട്ടേക്കുന്നത്. അവർക്ക് ബാക്കിയുള്ളതിനൊന്നും താല്പര്യമില്ല. അവര് വന്നത് എന്തിനാ? അതിസുന്ദരിയായിട്ടുള്ള പാഞ്ചാലിയെ ഇവിടുന്ന് തരാകണം. അപ്പൊ എന്ത് വേണം? പാഞ്ചാലി മോഹിക്കണല്ലോ. ഈ വിവാഹോത്സവത്തിനൊക്കെ പുറപ്പെടുന്ന ആളുകൾക്ക് അറിയാം, അവര് സാധാരണ ഇങ്ങനെയുള്ള ഇതിലേക്ക് പുറപ്പെടുന്ന പോലെയാണോ പുറപ്പെടുക? ഒന്നുകൂടി അലങ്കാരം കേമാക്കും. അലങ്കാരം കേമാക്കണത് എന്തിനാ? പ്രത്യേകിച്ച് രാജാക്കന്മാരാകുമ്പോ കന്യകയിലും മോഹം കൂടും. അപ്പൊ ഏതെങ്കിലും ഒരു കന്യക ഇനിയിപ്പോ മോഹിച്ച് പുറപ്പെടുകയാണെങ്കിൽ പുറപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് രാജാക്കന്മാരൊക്കെ കിരീടമൊക്കെ ധരിച്ചിങ്ങനെ പുറപ്പെട്ടോടെ വന്നിരിക്കണത് എന്താ കാരണം? കിരീടമൊക്കെ വേണോ കന്യക മോഹിക്കണമെങ്കിൽ എന്നാണെങ്കിൽ ചില രാജാക്കന്മാരൊന്നും മനസ്സിരുത്തിയിട്ടുണ്ട്. കാരണം എന്താ? ആ പുറപ്പെട്ട് ശീലമുള്ള രാജാക്കന്മാർക്ക് അറിയാം ഒരു കന്യക ഇങ്ങനെ മോഹിക്കാറ് പതിവില്ല. എങ്ങനെ? ഈശ്വര, എന്റെ ഭർത്താവ് ഒരു കഷണ്ടി തലയനാവണേ എന്നേതെങ്കിലും കന്യക മോഹിക്കും? അപ്പൊ അത്യാവശ്യം പ്രായം കൊണ്ട് കഷണ്ടിയൊക്കെ വന്നിട്ടുള്ള രാജാക്കന്മാര് ആ വിശേഷപ്പെട്ടിട്ടുള്ള രത്നങ്ങളൊക്കെ വെച്ചിട്ടുള്ള കിരീടം അതൊക്കെ തലയിൽ ഇറക്കി വെച്ച് ഞെളിഞ്ഞങ്ങനെ ഇരിക്കുക. ഇത് കന്യക അവിടുന്ന് കാണും. കന്യക കണ്ടാൽ വിചാരിക്കും ആ വിദ്വാൻ തിരക്കണമൊന്നുമില്ല കേട്ടോ. എന്താണ്? വിശേഷമായിട്ടുള്ള കിരീടമൊക്കെ ധരിച്ച അതിസുന്ദരനായിട്ടുള്ള രാജാവാ. ഒരു കാര്യം ചെയ്യാം, ആ രാജാവിനെ മോഹിച്ച് രാജാവിന്റെ കൂടെ പുറപ്പെടാം. രാജാവും അതെ ആ കന്യകയെ മോഹിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യണത് എന്നുള്ളത് ശരിയാ. അങ്ങനെ മോഹിച്ച് ആ കന്യക പുറപ്പെട്ട് ആ വിദ്വാൻ ആ കന്യകയെ അവിടുന്ന് കൊണ്ടുപോയി തന്റെ രാജധാനിയിലെത്തും. രാജധാനിയിൽ എത്തിയതിന്റെ ശേഷമാവും കിരീടമൊക്കെ ഒന്ന് അഴിച്ചു വെക്കും. കിരീടം അഴിച്ചു വെക്കുമ്പോഴാണ് കന്യകയ്ക്ക് മനസ്സിലാവുക ഏത് ഇങ്ങനെ ഒരു കഷണ്ടി തലേന്റെ കൂടെയാണല്ലോ ഞാൻ പുറപ്പെട്ടത്. ആ കിരീടം കണ്ടു മോഹിച്ച് പുറപ്പെട്ടു. ഇവിടെ എത്തിയപ്പോഴാണല്ലോ മനസ്സിലായത് ഒരു കഷണ്ടി തലയൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പുറപ്പെട്ടില്ല. പുറപ്പെട്ടാ ഇപ്പൊ ഇവിടെ കൂടുക, അല്ലാതെ വേറെ നിർത്തിയൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ കഴിഞ്ഞു കൂടി. കുറച്ച് ദിവസം കഴിയുമ്പോ വേറൊരു കാര്യം കൂടി കന്യകയ്ക്ക് മനസ്സിലാവും. എന്താ അത്? വേറെ ഒന്നുമല്ല, ആ വിദ്വാന്റെ തലയുടെ പുറത്തല്ല ഉള്ളിലും ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ഭക്ഷണന്റെ കൂടെ ഉള്ളൂ ഞാൻ പുറപ്പെട്ടത്. അപ്പൊ കന്യകയെ മോഹിച്ച് പുറപ്പെടുന്ന ആളുകൾക്ക് എന്ത് വേഷം കിട്ടിയാലും കന്യകയെ തനിക്ക് അധീനത്തിലാക്കുക, അങ്ങനെയാണല്ലോ അല്ലേ? താൻ സ്വാധീനിച്ച് അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് വേഷമാണെങ്കിലും കിട്ടും. അങ്ങനെയാ കന്യകയിൽ മുഖമുള്ള ആളുകൾ. അപ്പോ അതിന് ഭാഗത്തിന് രാജാക്കന്മാര് മുഴുവൻ ആ സുന്ദരന്മാരായിട്ട് കിരീടം, കുണ്ടലം, കടകം, കടിസൂത്രം, കാരണം കന്യക കണ്ടാൽ തന്നെ മോഹിക്കണേ എന്ന് വിചാരിച്ച് അതിസുന്ദരന്മാരായിട്ട് അവിടെ എഴുന്നള്ളി ഇങ്ങനെ വന്ന് അവരാ സിംഹാസനത്തിൽ ഇരുത്തിയത് എങ്ങനെ? അർഹതയ്ക്കനുസരിച്ചാണ്. ഓരോരുത്തർക്കും ഓരോ അർഹതയാണുള്ളത്. അത് ഏമായിട്ടുള്ള ചക്രവർത്തിമാര്, രാജാക്കന്മാര്, ഇങ്ങനെയുള്ള ആളുകളെ മുഴുവൻ അർഹതയ്ക്കനുസരിച്ച് ആ ദുഷ്ടദിവൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. എന്ന് പറഞ്ഞാൽ തന്റെ ഇഷ്ടപ്രകാരം ഇരുത്തിയതല്ല. പിന്നെയോ എന്റെ സഹോദരിയുടെ വിവാഹമാണ്, തന്റെ ഇഷ്ടപ്രകാരമാണ്. അതല്ല, അച്ഛന്റെ വാക്ക് കേൾക്കുമായിട്ടാ. അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. അതല്ലാതെ കണ്ട് ഒരു കൊള്ളരുതാത്ത പുത്രൻ അങ്ങനെയാണോ? അതല്ല, അച്ഛൻ എന്താണോ പറഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കണ പുത്രനാണ്. അതല്ലാതെ കണ്ടുണ്ടല്ലേ മുഖ്യന്മാരുടെ പല പുത്രന്മാരും മുഖ്യനെന്ന് പറയും, പുത്രൻ വേറെ എന്തെങ്കിലും പറയും. ഇങ്ങനെ പലതരത്തിൽ. ഇതല്ല, പാഞ്ചാലപുത്രനായിരിക്കുന്ന ദുഷ്ടവിവന്റെ കേമത്തെ എന്താ? മഹാത്മാ പാഞ്ചാല ഭൂപാലസുധ. മഹാത്മാവാകുന്നത് പാഞ്ചാല ഭൂപാലസുധൻ. അദ്ദേഹം അതിശ്രേഷ്ഠനായിട്ടുള്ള ആളാ. അപ്പൊ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഉണ്ണിയുടെ സഹോദരന്റെ വിവാഹമാണ്. ഉണ്ണി വേണം, എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ നോക്കി നടത്താൻ എന്നുള്ളത് അച്ഛന്റെ വാക്ക്. ഹേതുവായിട്ട് അതെല്ലാം വേണ്ട പോലെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ള ദുഷ്ടജീവനൻ രാജാക്കന്മാരെ സൽക്കരിച്ച് ഇരുത്തലും കൂടിയും ചെയ്തു. അങ്ങനെ ഇരുത്തി എന്താ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറെ നേരമായില്ലേ? ഇവിടുന്ന് പോണ്ടേന്ന് എത്ര നേരമായി ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കൊന്ന് വിശ്രമിച്ചൂടെ? എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കണത്? അല്ല, ഇനിയിപ്പോ എല്ലാവരും കന്യകയെ മോഹിച്ചിട്ടായിരിക്കണത്. ഞങ്ങളിപ്പോ ഇവിടെ പുറപ്പെട്ടിരിക്കണത്, പ്രത്യേകിച്ച് രാജാക്കന്മാര്. അപ്പോ ആ ദുഷ്ടവിമനൻ വലിയ താമസമൊന്നും ഇല്ലാതെ കണ്ട് ആ രാജാക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞു, അല്ലേ രാജാക്കന്മാര്, ഇനി എന്റെ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നിങ്ങളെല്ലാവരും കന്യകയിൽ താല്പര്യമുള്ള ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോ നിങ്ങള് എന്താ ചെയ്യേണ്ടതെന്നല്ലേ, വേറൊന്നുമല്ല അല്ലേ, മഹാരാജാക്കന്മാര്, മഹാബ്രാഹ്മണര്, മഹാജനങ്ങള്, നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ആ കന്യകയിൽ മുകൾ ആളുകളാണെങ്കിൽ നിങ്ങള് വലിയ താമസമില്ലാതെ നിങ്ങൾക്ക് പുറപ്പെടാം. എന്താ വേണ്ടത്? പുറപ്പെട്ട് സഭാമധ്യത്തിൽ ഇരിക്കണം വലുതായിട്ടുള്ള വില്ല്. ആ വില്ല് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ വില്ലെടുത്തിട്ട് നിങ്ങളിൽ ആരാണോ ആ കട കുത്തി അതിന്റെ തല വളച്ച് ഞാട് കൂട്ടിക്കെട്ടി ആകാശമാർഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിസ്വരൂപമായിട്ടുള്ള ലാക്ക് അവിടെ 5 ശരങ്ങൾ വെച്ചിട്ടുണ്ട്. അതെടുത്ത് നിഴല് നോക്കിയിട്ട് ആ ലക്ഷ്യം ഛേദിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് തന്റെ പുത്രി എന്നുള്ളതാണ് അച്ഛൻ നിശ്ചയിച്ചേക്കുന്നത് എന്നുള്ളത് കേട്ടപ്പോ രാജാക്കന്മാർക്ക് മുഴുവൻ സന്തോഷമായി എന്നുള്ളത് മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ടാണല്ലോ അവിടെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നിനും താല്പര്യമില്ല, സുന്ദരിയായിട്ടുള്ള പാഞ്ചാലിയെ സ്വന്താക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. ഇങ്ങനെ വിചാരിച്ച് രാജാക്കന്മാർ മുഴുവൻ സന്തോഷത്തോടുകൂടിയവരായി തീർന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചില ആളുകൾ അപവാദം പറയാൻ തുടങ്ങി ഈ കൂട്ടത്തില്. അതെന്താണ്? കാരണം വലിയ വില്ല് കണ്ട് ഇനിയിപ്പൊ ഈ വില്ല് എടുത്താൽ ആരെങ്കിലും വന്നാൽ വില്ലെടുത്താൽ ആ വിദ്വാന് കന്യകയെ കിട്ടില്ലേ? കിട്ടും, അത് സംശയമൊന്നുമില്ല. അപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, കുറച്ച് വിദ്വാന്മാര് ചിലപ്പോ അപവാദം കേട്ടാൽ പോണ ആളുകൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. വല്ലവരും പറയണത് കേട്ടാൽ അത് ശരിയാണെന്ന് ധരിച്ചു പോണ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്താണ്, എല്ലാ ദിക്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെ പറയണം. അപ്പൊ ഇവര് പണ്ടൊക്കെ പറയാൻ തുടങ്ങി, എന്താണ്, നിങ്ങൾ ആരെങ്കിലും പാഞ്ചാലിയെ കണ്ടിട്ടുണ്ടോ? പാഞ്ചാലിയെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളാരും കണ്ടിട്ടില്ല. കാണാതിരിക്കുക ഭേദം. അതെന്താണോ അതിനെ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ ഇവിടെ. എന്താണോ ഈ സുന്ദരിയല്ലേ? യാഗം ചെയ്ത് യാഗകുണ്ടത്തിൽ നിന്ന് ഉണ്ടായതല്ലേ? അതന്നെ, യാഗം ചെയ്ത് യാഗകുണ്ടത്തിൽ നിന്ന് ഉണ്ടായത്. അതാ പറയണത്. എന്താണ് ഒന്നും കൊള്ളില്ല, ഒന്നും കൊള്ളില്ല. അതല്ലേ എത്ര വലിയ വീരപരീക്ഷയൊക്കെ വെച്ചേക്കണത്. അപ്പൊ ആളുകൾ വിചാരിക്കില്ല ഇതെന്തോ വലിയൊരു സാധനമാണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണല്ലേ കൊള്ളരുത്. അങ്ങനെയില്ല. ഞാൻ കേട്ടത് പാഞ്ചാലിയെ പോലെ ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് വേറൊരു കന്യക ഇല്ലാതാണല്ലോ. അങ്ങനെ കേട്ടു. അപ്പൊ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെ, ഞാനിപ്പോ എന്താ ഈ സൗന്ദര്യത്തിന്റെ പ്രധാന ഘടകം എന്ന് വിചാരിക്കണത്? ഞാൻ വിചാരിക്കണത് അതികേമായിട്ടുള്ള തലമുടി അത് പാഞ്ചാലിക്ക് ധാരാളം ഉണ്ടാകാൻ കേട്ടിരിക്കണത്. അതെന്താ, എന്തൊരു ഭംഗിയെ കാണാൻ ചെയ്തിട്ടാ അതിങ്ങനെ ആ പാഞ്ചാലിയുടെ തലമുടി ഇങ്ങനെ അഴിച്ചിട്ടാൽ ഇങ്ങനെ നിലത്ത് വരെ കിടക്കുന്ന ഞാൻ കേട്ടേക്കണത്. കാണാൻ അങ്ങനെ കേട്ടുവോ? ഞാനും അങ്ങനെ കേട്ടേക്കണത്. എന്താ, ആ പാഞ്ചാലിയുടെ തലമുടി അഴിച്ചാൽ നിലത്ത് കിടക്കും. എന്ത് അഴിച്ചിട്ടാ നിലത്ത് കിടക്കുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ളതല്ല, കൃത്രിമമായിട്ട് ഒരെണ്ണം അഴിച്ചാൽ അവിടെ കിടക്കും. എനിക്ക് പറയുകയൊന്നും ഇല്ലേ. പിന്നെന്താ കേട്ടേക്കണത്? ഇങ്ങനെ മനോഹരമായിട്ടുള്ള കണ്ണുകളാണ് പാഞ്ചാലിക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. എന്താണ്, ജനിച്ചപ്പോ തന്നെ അത് കണ്ടു പൊട്ടിയേക്കണു. പിന്നെ കുറച്ചും കൂടി വലുതായി പടുത്ത് പൊട്ടുന്ന കേൾക്കണത് രണ്ടാമത്. അപ്പോ അതാ പറയണത്, കൈ പിടിച്ച് കൊടുത്ത് കൊണ്ടുപോയി വരുന്നു. പറഞ്ഞില്ലേ, കൈ പിടിച്ച് തരും, കൊണ്ടായിക്കോളാം. ഇങ്ങനെ അപവാദങ്ങൾ പതുക്കെ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങിയപ്പോഴാ വലിയ താമസമൊന്നുമില്ല. ദൃഷ്ടദ്യുമ്നൻ ഈ വാക്കുകൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ ശേഷം നേരെ പാഞ്ചാലിയുടെ അടുത്തെത്തി ആ സുന്ദരിമാരായിട്ടുള്ള സഖിമാരുടെ നടുക്കിൽ നിൽക്കുന്ന സുന്ദരിയായിട്ടുള്ള പാഞ്ചാലിയുടെ മൂടുപടം ശരക്കൂല് കൊണ്ട് അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇതങ്ങോട്ട് മാറ്റിയപ്പോ ആ പാഞ്ചാലിയുടെ സൗന്ദര്യത്തിന്റെ ശോഭ എന്തെന്നില്ലാതെ കണ്ട് സദസ്സിന് മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ചു വശായി എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും പാഞ്ചാലിയെ തന്നെ നോക്കിക്കൊണ്ടായിരിക്കണം. രാജാക്കന്മാര് മുഴുവൻ എന്തൊരു സുന്ദരിയാ പാഞ്ചാലി, എന്തൊരു സുന്ദരിയാ പാഞ്ചാലി. മാത്രമല്ല അവര് ചെയ്യുന്ന പ്രവൃത്തി കൂടി കുറച്ചു നേരത്തിന് മറന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ആ പാഞ്ചാലിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിരിക്കുന്ന രാജാക്കന്മാര് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് തനിക്ക് വേണം ആ കന്യകയെ, തനിക്ക് വേണം ആ കന്യകയെ എന്നീ വണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ആ രാജാക്കന്മാര് മുഴുവൻ ഓടി വില്ലിന്റെ അടുത്തൊക്കെ അങ്ങോട്ട് ചെന്നു. ഓടി വില്ലിന്റെ അടുത്തേക്ക് ഏറ്റവും മുമ്പിലിരിക്കുന്ന ആളുകളാണല്ലോ ഏറ്റവും ആദ്യം പുറപ്പെടുന്നത്. അപ്പൊ ചില ആളുകൾ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. കന്യകയിൽ വല്ലാതെ കണ്ട ഭ്രമിച്ചിട്ടുള്ള ആളുകള് ഓടി അങ്ങോട്ട് ചെന്നു എന്നുള്ളത് മാത്രമല്ല, അംഗരാജാവ്, കലിംഗ രാജാവ്, ജയ രാജാവ്, ചോള രാജാവ് എന്ന് വേണ്ട അനവധി രാജാക്കന്മാര് പുറപ്പെട്ടു ആ വില്ലെടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നു, വില്ലുമ്പിൽ കടന്നു പിടിച്ചു. ആദ്യം ചെന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് വില്ലിന്റെ തല, ചില ആളുകൾക്ക് വില്ലിന്റെ കട, ചില ആളുകൾക്ക് വില്ലിന്റെ നടു, ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് പിടിച്ച് ആ വലിയ വില്ല് എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തുടങ്ങി. പ്രയത്നിക്കാന്നല്ലാതെ കണ്ട ആ വില്ല ഞങ്ങളില്ല. ഇത്ര വലിയ വില്ലോ, എന്തൊരു കര, നല്ല ഭാരമല്ലോ. അങ്ങനെന്തിനോ അനങ്ങില്ല.
അപ്പോഴാണ് ചില രാജാക്കന്മാര് തലയിൽ ഇപ്പൊ വിചാരിച്ചു ഈ തലഭാഗം ഭാരം ഉണ്ടാവുകൊണ്ടാണോ, എന്നാൽ കടഭാഗത്താവാന്ന് വിചാരിച്ചു പതുക്കെ ആ തലഭാഗത്ത് കയ്യ് അവിടുന്ന് എടുത്ത് പതുക്കെ തിരക്കി കാരണം കുറെ രാജാക്കന്മാരുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ പതുക്കെ ആ കടഭാഗത്തെത്തി പിടിച്ചു നോക്കി. അതും വലിയ ഖന. ഇനി എന്താണോ ചെയ്യാ, ഈ ഒരു കാര്യമുണ്ടോ, എന്താണ്, ചിലപ്പോ തലയും കഥയും ഭാരമുള്ളതാവും. എന്നാൽ ആ നടു പൊക്കിയാലോ, നടു പൊക്കി കഴിഞ്ഞാൽ തലയും കടയും ഒരുമിച്ച് പോകുമല്ലോ, അപ്പൊ അത്ര ബുദ്ധിമുട്ടില്ല. എന്നാ അങ്ങനെ നോക്കിയാലോ, അങ്ങനെ നോക്കാം. നോക്കി നടുവും വേണ്ടില്ല തലയും വേണ്ടില്ല, ഒക്കെ ഒരേപോലെയാണല്ലോ, നല്ല ഭാരമാണല്ലോ, ഇപ്പൊ എന്താ ചെയ്യാ, പുറപ്പെടും ചെയ്തു. അനവധി രാജാക്കന്മാരുണ്ട്, എല്ലാവരും പരസ്പരം പരിഭ്രമിച്ച് ആ വില്ലുവിലൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ ഇടയിലാണ് ആവു വേണോ ചടപടയും. ചിലത് അതാ കിടക്കും, ചിലത് മറിഞ്ഞു വീഴുക. കാരണം എങ്ങനെയെങ്കിലും ആ വില്ലൊന്ന് അനക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയില് ചില ആളുകൾ തലകുത്തി വീഴുന്നുണ്ട്. അങ്ങനെ വീണ് രാജാക്കന്മാർ ഇതൊന്നും പുറത്തു നിൽക്കുന്ന ആളുകൾ കാണാനില്ല. കാരണം എന്താ, കാരണം 4 ഭാഗത്തും രാജാക്കന്മാരെ കൊണ്ട് നിറഞ്ഞു വശായതാണ്. അതിന്റെ ഉള്ളിലാണ് ഈ അപകടം മുഴുവൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ തിരക്കി ആ വില്ലെടുക്കാൻ പ്രയത്നിച്ചിട്ടുള്ള ആളുകളുടെ ചില ആളുകളുടെ കയ്യെ, ചില ആളുകളുടെ കാല, ചില ആളുകളുടെ തല, ചില ആളുകളുടെ മൂക്ക, ചില ആളുകളുടെ കണ്ണ്, ഇങ്ങനെ ഓരോ അപകടം പറ്റിയവരായിട്ട് വരും. അങ്ങനെ പതുക്കെ വില്ലിന്റെ അടുത്തുനിന്ന് രാജാക്കന്മാർ ഇങ്ങനെ പോരാൻ തുടങ്ങി, ഓരോരുത്തരായിട്ട്. അങ്ങനെ ആദ്യം പുറപ്പെട്ടെത്തിയിട്ടുള്ള രാജാക്കന്മാർ മുഴുവൻ പരാജിതന്മാരായി സ്വസ്ഥാനങ്ങളിൽ അവിടെ ചെന്നിരുന്നു. ആർക്കും ആ വില്ലൊന്നും എടുത്ത് അനക്കാൻ കൂടി സാധിച്ചില്ല. എന്താ ചെയ്യാ, ഇത്രയൊക്കെ യോഗ്യന്മാരായിട്ടുള്ള രാജാക്കന്മാർ പുറപ്പെട്ടിട്ട് ആർക്കും സാധിച്ചില്ലേ? ആർക്കും സാധിച്ചില്ല എന്ന് വേണം പറയാൻ. ദുര്യോധന്റെ നിർദ്ദേശപ്രകാരം കർണൻ പുറപ്പെട്ടപ്പോ ഭഗവാൻ അവിടെ വന്നിരിക്കുന്നല്ലോ. ഭഗവാൻ അറിയാം കർണൻ അതികേമനായിട്ടുള്ള ആളാ വില്ലെടുക്കുന്നുള്ളത്. പക്ഷേ ഭഗവാൻ എന്താ ചെയ്തത്, കർണൻ ദുര്യോധന് പുറപ്പെട്ട അപമാനം സഹിക്കാൻ വയ്യ. അപ്പൊ ദുര്യോധന്റെ അപമാനം ഈ ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ സഹിക്കേണ്ടെന്ന് വിചാരിച്ച് കർണനെ നിർബന്ധിച്ച് പറഞ്ഞയപ്പിക്കുകയുണ്ടായത്. കർണന് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ദുര്യോധനൻ എന്നെ സുഹൃത്താണല്ലോ, പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. പുറപ്പെട്ട് ആ വില്ലിന്റെ അവിടത്തെ എത്തി. വില്ലൊക്കെ ഉയർത്തിയപ്പോഴാണ് ഭഗവാൻ ഇതിന്റെ അപകടം മനസ്സിലായി. ഭഗവാൻ എന്താ ചെയ്തത്, കാരണം അർജുനന് വേണ്ടി ജനിച്ചിട്ടുള്ള കന്യകയാണല്ലോ, അപ്പോ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ആരാ, സത്യഭാമ ഇരിക്കണത്, ഭൂമിദേവിയാണല്ലോ. പതുക്കെ ആ സത്യഭാമയുടെ വിരലില് ഒന്നങ്ങട്ട് അമർത്തിയപ്പോ ഭൂമിക്ക് അടക്കം തട്ടുകയുണ്ടായത്. എന്ന് വെച്ചാൽ ആ രംഗസ്ഥലം ഒന്നങ്ങട്ട് ഇളകിയപ്പോ ആ വില്ലെടുത്തിട്ടുള്ള കർണനും വില്ലും കൂടിയും ചടപട ഇതാ കിടക്കും. എന്താ ഉണ്ടായത് തന്നെ ആയിരിക്കും മനസ്സിലായില്ല. അങ്ങനെ ആ കർണൻ അവിടുന്ന് പരാജയപ്പെട്ട് സ്വസ്ഥാനത്ത് അവിടെ വന്നിരുന്നു. ദുര്യോധനാണെങ്കിൽ കർണൻ പുറപ്പെട്ടപ്പോ തുടങ്ങിയതാ ഏത് അലങ്കാരങ്ങളൊക്കെ. കാരണം ദുര്യോധനൻ പറഞ്ഞിരിക്കുന്നത് കർണനോട് എങ്ങനെയെങ്കിലും വില്ലെടുക്കുക, ലക്ഷ്യം ചെയ്യിക്കുക, ബാക്കിയൊക്കെ ഞാനായിക്കോളാം. ബാക്കി എന്ന് പറഞ്ഞാൽ അല്ല, പാചാലി വിവാഹം ചെയ്യലൊക്കെ ഞാനായിക്കോളാം, ഇത് മാത്രം കർണൻ ചെയ്താൽ മതി. അമ്പട്ടെ കേമ, ദുര്യോധന്റെ ഒരു കേമത്തല്ലേ. ഇപ്പൊ എന്താ ഉണ്ടായത്, ദുര്യോധനൻ എളിഞ്ഞ് അങ്ങോട്ട് പുറപ്പെട്ടപ്പോ കർണൻ അങ്ങോട്ട് പുറപ്പെടുക. എന്താണ്, കയ്യും കാലും ഈ അപകടം പറ്റാൻ ബാക്കിയൊന്നുമില്ല. അപ്പോഴാ ദുര്യോധന്റെ അബദ്ധം മനസ്സിലായി. കർണ ഇത് എന്താ പറ്റിയത്, കർണ ഇപ്പൊ പറ്റാനൊന്നുമില്ല മഹാരാജാവ്. പറ്റാനൊന്നുമില്ലാതോ? അതെ. അപ്പൊ ഒക്കെ കഴിഞ്ഞോ? ഒക്കെ കഴിഞ്ഞു. എന്താ കഴിഞ്ഞത്, വില്ലെടുത്തു, തല വളച്ചു, ഞാട് കൂട്ടിക്കെട്ടി, പിന്നെയോ 5 ശരങ്ങളെ കൊണ്ട് ലക്ഷ്യം ചെയ്തിച്ചു. അതൊന്നും ഉണ്ടായില്ല. വില്ലെടുക്കല് ഞാടി കൂട്ടിക്കെട്ടല് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയോ അതോടുകൂടി എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. അതെ. പിന്നെ ദുര്യോധന് നോക്കുമ്പോ മനസ്സിലായി ഏതാണ്, കർണനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് ദുര്യോധനൊക്കെ താഴത്തേക്ക് നോക്കണത്. അതുവരെ നോക്കിക്കുക. കാരണം അഭിമാനം കൊണ്ട് ഇപ്പൊ ഞാൻ പാഞ്ചാലിയെ വിവാഹം ചെയ്യാൻ പോവുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ആ ദുര്യോധന്റെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ട് കർണൻ മാത്രമല്ല ശിശുപാലൻ ഇവർക്കൊക്കെ ആ വില്ലെടുക്കുന്നതിൽ ഓരോ അപകടം പറ്റിയവരായിരുന്നു. സ്വസ്ഥാനങ്ങളിലൂടെ വന്നിരുന്നു എന്ന് പറഞ്ഞല്ല. ഇതൊക്കെ കഴിഞ്ഞ് വേറൊരു യുദ്ധവരും കൂടി പുറപ്പെട്ടു. അതാരാണല്ലേ, ജരാസന്ധൻ പ്രായത്തിൽ കേവനായിട്ടുള്ള ആളാ. ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൊണ്ട് മൂത്ത ആള് ജരാസന്ധനാണ്. ജരാസന്ധൻ പുറപ്പെട്ടപ്പോ കാരണം അദ്ദേഹത്തിന്റെ ശക്തിയിലായിരിക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പ്രായമായിട്ടുള്ളൂ, താടിയൊക്കെ ധരിച്ച് 2-3 പല്ലൊക്കെ ബാക്കിയുള്ളൂ. അപ്പോഴാ സുന്ദരിയായിട്ടുള്ള പാഞ്ചാലിയെ കണ്ടപ്പോ ജരാസന്ധന് ഒരു ആഗ്രഹം. ഏതാണ്, പ്രായം എത്രയായാലും സുന്ദരിമാരെ കണ്ട ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതങ്ങനെയാ, പ്രത്യേകിച്ച് രാജാക്കന്മാരാകുമ്പോ കേമന്മാരായിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രായമൊന്നും കണക്കാക്കില്ല. അവർക്ക് കന്യകയെ കണ്ടാൽ താല്പര്യം തോന്നും.
അങ്ങനെ താല്പര്യം തോന്നി അദ്ദേഹം അരി ധനിയൊക്കെ മുറുക്കി പുറപ്പെട്ടു. കാരണം ബാക്കിയുള്ള രാജാക്കന്മാർ മുഴുവൻ പരാജയപ്പെട്ടുവല്ലോ. അങ്ങനെ പുറപ്പെട്ട് ജരാസന്ധൻ പുറപ്പെട്ടപ്പോ ബാക്കി എല്ലാരും വിചാരിച്ചു, എടോ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ആ ജരാസന്ധൻ തന്നെ കന്യക, സംശയമൊന്നുമില്ല, കാരണം അദ്ദേഹം യോഗ്യനായിട്ടുള്ള ആളാണല്ലോ. അങ്ങനെ എല്ലാവരും വിചാരിച്ചിരിക്കുമ്പോ ജരാസന്ധൻ പുറപ്പെട്ട് ആ വലിയ വില്ലിന്റെ അടുത്ത് എത്തിയിരുന്നത് മാത്രമല്ല, ആ വലിയ വില്ലിന്റെ തല കടന്നങ്ങോട്ട് പിടിച്ച് ഒറ്റ പോകല. വേറെ സംശയമൊന്നുമില്ല, വില്ലെടുത്തു പൊക്കി നേരെ നിർത്തി. പൊക്കിയപ്പോ ജരാസന്ധന്റെ ഒരു കാര്യം മനസ്സിലായി. എന്താ അത്? വെറുതെ അല്ല രാജാക്കന്മാർ മുഴുവൻ പരാജയപ്പെട്ടത്, നല്ല ഭാരമുണ്ട്. ആദ്യം വന്ന ഉത്സാഹത്തിൽ ഒരു പൊങ്ങീനേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ വേണ്ടത്? തല വളയ്ക്കണം. തല വളയ്ക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. പുറപ്പെടും ചെയ്തു. ഏകദേശം നിന്റെ തല വളയ്ക്കണമെന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ജരാസന്ധൻ ആ കട കാലുകൊണ്ട് അമർത്തിയത് പിടിച്ചു. കാരണം എന്താ? കാരണം ഇത് എപ്പോഴാണ് കയ്യിൽ നിന്ന് താഴത്തേക്ക് പോകാൻ ശരിയാ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഉയർത്തൽ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം ആദ്യം പൊക്കിയ പോലെയല്ല രണ്ടാമത് പൊക്കുമ്പോ അതിന്റെ ക്ഷീണം ഉണ്ടാവും. അപ്പോ ഇത് എന്താ വേണ്ടത്? തല വളയ്ക്കണം. തല വളയ്ക്കണമെങ്കിലോ തല വളക്കി തന്നെ. എന്നാൽ എന്താ വേണ്ടത്? ആ വലത്തെ കയ്യ് വില്ലിന്റെ തലയിലെ കൊണ്ടുപോയി കടഭാഗം കാലുകൊണ്ട് അമർത്തിയെങ്കിൽ പിടിച്ച് തല വളയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പൊ വലത്തെ കയ്യ് മാത്രം വിചാരിച്ചാൽ ഇപ്പൊ തല വളയില്ല. അതാ അവസ്ഥാനിയെ. ഇപ്പൊ ഈ വലത്തെ കൈ മാത്രം വിചാരിച്ച് തല വളയുന്നില്ലെങ്കിൽ എന്താ വേണ്ടത്? ഇനി ഇടത്തെ കൈയിന്റെ സഹായം കൂടിയാവുക. ഇടത്തും വലത്തും കൂടി അപ്പൊ തല വളയോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോ അതല്ലെങ്കിൽ എല്ലാവരും തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പുറപ്പെടും ചെയ്തു. ഇപ്പൊ ഈ വില്ലിന്റെ തല എങ്ങനെയെങ്കിലും വളർത്ത് ഞാനും കൂട്ടിക്കെട്ടാൻ സാധിക്കുമോ? അദ്ദേഹം ആ രണ്ട് കൈകളെ കൊണ്ടും കടഭാഗം വില്ലിന്റെ അമർത്തി പിടിച്ച് പതുക്കെ വളയ്ക്കാൻ വേണ്ടി നോക്കി. എന്റെ നോക്കിക്കല്ല അങ്ങനെ നോക്കി. അവിടെ തല വളയുന്നുണ്ട് കേട്ടോ, തലയൊക്കെ വളയുന്നുണ്ട്. വില്ലിന്റെ തല വളയുന്നുണ്ടോ? അങ്ങനെയാണോ? ജരാസന്ധന്റെ തല വളയുന്നുണ്ട്. ജരാസന്ധന്റെ തല വളയാണെന്നാണെങ്കിൽ വില്ലിന്റെ തല വളയുന്നില്ല. അങ്ങനെ ആ വളയ്ക്കണതിന്റെ ഇടയിലാണ് എന്ത്? വേറൊന്നുമില്ല, വില്ലിന്റെ കട കാലിന്റെ അടിയിലേക്ക് തെറ്റി ജരാസന്ധനും വില്ലും കൂടി ചടപട കിടക്കുന്നു. പിന്നെ എല്ലാവരും കാണുന്ന കാഴ്ച ആ ജരാസന്ധൻ വില്ലിനെ നമസ്കരിച്ച് കിടക്കുകയാണോ എന്നുള്ളത് എല്ലാവർക്കും തോന്നിയത്. മാത്രമല്ല പോണ പോക്കില് വില്ലിന്റെ തല ജരാസന്ധന്റെ താടിയിൽ കൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പല്ലുണ്ടല്ലോ അതും പോയി. കട്ടം ഇത് ബ്രാഹ്മണന് കാണാനിട വന്നു. എടോ ആ ജരാസന്ധന് വല്ല ആവശ്യമുണ്ടോ? പ്രായമായ കന്യകയെ മോഹിച്ച് പുറപ്പെട്ട അങ്ങനെ ഉണ്ടാവും. എങ്ങനെ? വയലിൽ ബാക്കിയുള്ള പല്ലും കൂടിയും പോവും. അവനോട് ഇരുന്നാ പോരെ? വല്ല കാര്യമുണ്ടോ അങ്ങനെ കന്യകയെ മോഹിച്ച് പുറപ്പെടുന്നത്? ഇങ്ങനെ ജരാസന്ധൻ ആ അപമാന ഭാരം സഹിക്കവയ്യാതെ കണ്ട് കന്യകയെ കിട്ടാത്തതിനുള്ള വിഷമമുണ്ട്. ഇതൊക്കെ കാരണം പിന്നെ ആ സഭയിൽ ഇരുന്നില്ല, അവിടുന്ന് അങ്ങോട്ട് പോവുകയുണ്ടായത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ബ്രാഹ്മണരും ഉണ്ട്. ഘട്ടം ആ ജരാസന്ധന്റെ വല്ലൊക്കെ മുറിയല്ലോ. ഇനിയിപ്പോ ഈ രാജാക്കന്മാരൊന്നും പുറപ്പെടുന്നില്ലല്ലോ. കാരണം മറ്റു രാജാക്കന്മാർ ഇതൊക്കെ കണ്ടപ്പോ പുറപ്പെടാത്ത കുറച്ച് രാജാക്കന്മാരുണ്ട്. അവരാ കന്യകയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കന്യകയുടെ ആ സൗന്ദര്യം അതാണല്ലോ, ആ സൗന്ദര്യ ആരാധകരാ. അപ്പൊ അവരത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തൊരു സൗന്ദര്യം, നല്ല കന്യക. അപ്പോഴവിടെ നല്ല കന്യക എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, വില്ലെടുത്തല്ലേ കന്യകയെ കിട്ടൂ. അപ്പോ ആ വില്ലിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് രാജാക്കന്മാർക്ക് കന്യകയെ കുറച്ചു നേരം നോക്കിയിരുന്നാൽ ഇനിയിപ്പോ അതിനെ എങ്ങനെ കിട്ടുമെന്ന് ആലോചിക്കും. അങ്ങനെ ആലോചിച്ച് ആ വലിയ വില്ല് നോക്കും. വലിയ വില്ല് നോക്കുമ്പോഴാണ് വലിയ വില്ല്. ചില ആളുകൾ ഇങ്ങനെ നോക്കും, നല്ല കന്യക. ആ നല്ല കന്യക എന്ന് പറയുമ്പോ കന്യകയെ കിട്ടണമെന്നാവും. അപ്പൊ പതുക്കെ സിംഹാസനത്തിന് ആ പൃഷ്ഠങ്ങനെ പൊങ്ങിക്കും. പൃഷ്ഠങ്ങനെ പൊങ്ങിച്ച് വില്ലിന്റെ അടുത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഭാവിച്ച് വില്ലിന്റെ അടുത്തേക്ക് അങ്ങനെ പോകണം. അപ്പൊ വില്ലിനെ നോക്കണല്ലോ. വില്ലിനെ ഒന്ന് നോക്കും, രണ്ടടി വെച്ചാൽ. വില്ലിനെ നോക്കിയാൽ വലിയ വില്ല്. വേണ്ട, അവിടെ തന്നെ ഇരിക്കുക നല്ലത്. അവിടെ ഇരിക്കും. അവിടെ ഇരുന്നാൽ പിന്നെ കന്യകയെ നോക്കുക. കന്യകയെ നോക്കിയാൽ നല്ല കന്യക. ഈ കന്യക എനിക്ക് തന്നെ വേണം. പുറപ്പെട്ട പൃഷ്ഠം ഒന്ന് നോക്കി രണ്ടടി വെച്ചാൽ പിന്നെ വില്ലിനെ നോക്കും. വില്ലിനെ നോക്കിയാൽ വലിയ വില്ല്. വേണ്ട, അവിടെ നിൽക്കുക വേണ്ടത്. അപ്പോൾ അവിടെ ഇരുന്നാൽ ചില വിദ്വാന്മാരിങ്ങനെ പൃഷ്ഠം നോക്കി രണ്ടടി വെച്ച് പിന്നെയും അവിടെ ഇരിക്കുക. വേറെ ചിലവർ അങ്ങനെയല്ല. വേറെ ചില ആളുകൾ തന്നെ ഉള്ളൂ. നല്ല കന്യക, വലിയ വില്ല്, നല്ല കന്യക, വലിയ വില്ല്. ഇങ്ങനെ കുറെ ആളുകൾ സദസ്സില്
ഇപ്പൊ ദുരുക്കം പറഞ്ഞപ്പോ പുറപ്പെടാൻ ആരും ഇല്ല വില്ലെടുക്കാൻ. കട്ടേ ബ്രാഹ്മണർക്കാണ് വലിയ വിഷമായത്. കാരണം എന്താ, ഇത്രയൊക്കെ നേരായിട്ടും ആ കന്യകയുടെ വിവാഹം കഴിയല് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം വലിയ വില്ലെടുക്കാൻ പാകത്തിന് ആരും ഇല്ല. ഇനി എന്താണോ ചെയ്യുക? ബ്രാഹ്മണർക്ക് വിഷമാവാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം അവര് കേമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പാഞ്ചാലിയുടെ അടുത്ത് ധാരാളം ദക്ഷിണി വാങ്ങിയിട്ടുണ്ട്. രത്നായിട്ടും വൈഡൂരിയായിട്ടും മരതകായിട്ടും പൊൻപണായിട്ടും പൊൻപട്ടുകളായിട്ടും എത്രയാ ദക്ഷിണ കിട്ടിയെന്ന് വെച്ചില്ല. അപ്പൊ ദക്ഷിണയൊക്കെ ഇങ്ങോട്ട് കേമായപ്പോ ബ്രാഹ്മണർക്ക് അനുഗ്രഹത്തിന് പിന്നെ ക്ഷാമൊന്നുമില്ലല്ലോ. ഏത് ദക്ഷിണ കേമായ അനുഗ്രഹം കേമാവും. അപ്പൊ ഇവരങ്ങോട്ട് അനുഗ്രഹിച്ചു. എന്താണ്? ദീർഘസുമംഗലീ ഭവ വീരപ്രസൂഭവ, ഇങ്ങനെ ഓരോ അനുഗ്രഹം ഉണ്ടായത്. അനുഗ്രഹം ഭരിച്ചില്ലെങ്കിൽ പിന്നെ ഇനി നമ്മളെ ആരെങ്കിലും വിവാഹത്തിന് ക്ഷണിക്കുവോ? ഭക്ഷണം തരുമോ? ദക്ഷിണ തരുമോ? കാരണം എന്താ, എല്ലാവരും അറിയും പാഞ്ചാലി രാജധാനിയിൽ വന്ന് ബ്രാഹ്മണരെ അനുഗ്രഹിച്ച് ആ പാഞ്ചാലിയുടെ വിവാഹം ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് എല്ലാവരും അറിഞ്ഞാൽ നമുക്കല്ലേ അതിന്റെ ചീത്തപ്പേര്. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഇപ്പൊ എന്താ വേണ്ടത്? ആ കന്യകയുടെ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് കഴിയണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊന്ന് ഉത്സാഹിക്കുക. നമുക്ക് ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ രാജാക്കന്മാര് മുഴുവൻ ഇപ്പോ പരാജയപ്പെട്ടില്ലേ? ഇനിയിപ്പോ എങ്ങനെയാ ഉത്സാഹിക്കുക? രാജാക്കന്മാരല്ലേ പരാജിതന്മാരായി തീർന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടെങ്കിൽ ഉത്സാഹിപ്പിക്കുകയല്ലേ. നമ്മുടെ കൂട്ടത്തിലോ ബ്രാഹ്മണർക്ക് വില്ലെടുക്കാനൊക്കെ പറ്റുമോ? അതൊക്കെ പറ്റുന്ന ആളുകൾ ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കുക, എങ്ങനെയെങ്കിലും ആ കന്യകളുടെ വിവാഹം ഒന്ന് കഴിയണം. അതാണല്ലോ വേണ്ടത്. ഇങ്ങനെ ഒരു സംഘം ബ്രാഹ്മണര്, എന്നാൽ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വില്ലെടുക്കാനായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് പുറപ്പെട്ടപ്പോഴാണ് ബ്രാഹ്മണരിരിക്കുന്ന ദിക്കില് ഒരു ഭാഗത്ത് ഒരു വിദ്വാനെ കണ്ടുവരും. ആ വിദ്വാനെ കണ്ടപ്പോ എനിക്ക് തോന്നി, ആ വലിയ ശരീരത്തോട് കൂടിയിട്ടുള്ള ബ്രാഹ്മണന, ആ ബ്രാഹ്മണൻ ഒരു പക്ഷേ വലിയ വില്ലെടുക്കാൻ സാധിക്കും. ഇവര് നോക്കണത് വേറെ ആയിരിക്കില്ല. അതിന് കണ്ടത് ഭീമസേനെ. കാരണം പാണ്ഡവര് വേഷപ്രച്ഛന്നനായിട്ട് അവിടെ പുറപ്പെട്ടപ്പോ ഭീമസേനൻ പട്ടുകൂറ്റനാണല്ലോ. പട്ടുകൂറ്റനായിട്ടുള്ള ഭീമസേനൻ അതികേമനായിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ബ്രാഹ്മണർ വിചാരിച്ചു ഈ പട്ടുകൂറ്റനായിട്ടുള്ള ബ്രാഹ്മണന് ഒരു പക്ഷെ വലിയ വില്ലെടുക്കാൻ സാധിക്കും. എന്നാ എന്താ വേണ്ടത്? എന്നാ വിദ്വാന്റെ അടുത്ത് ചെന്ന് പറയല്ലേ. പക്ഷെ ആ വിദ്വാന്റെ പേര് നിശ്ചണ്ടോ? പേരറിയില്ല. ഏതോ ഒരു ബ്രാഹ്മണൻ. അപ്പൊ പേരറിയില്ലെങ്കിൽ ഇപ്പൊ എന്താണോ ചെയ്യുക? പേരറിയില്ലെങ്കിൽ എന്താ ചെയ്യുക? പേരറിയില്ലെങ്കിൽ പേരുണ്ടാക്കുക. എങ്ങനെയാ പേരുണ്ടാക്കുക? പ്രവൃത്തി ചേർത്ത് പേര് വിളിക്കുക. അങ്ങനെയാണല്ലോ. ഇതിപ്പോ വെറുതെ അങ്ങനെ നിൽക്കുകയല്ലേ. പ്രവൃത്തിയൊന്നും ചെയ്യണ്ടല്ലോ. വലിയ എങ്ങനെയാ ചില വിവാഹത്തിലൊക്കെ പോയാൽ വിളമ്പണ ആളുകളുടെ പേര വന്നിട്ടാണോ? അതല്ല, പപ്പട വിളമ്പലുകാരൻ, 2 പപ്പടാവാട്ടോ, ഉപ്പേരി വിളമ്പലുകാരൻ, കുറച്ച് ഉപ്പേരി ആവാട്ടോ, അങ്ങനെയല്ലേ. പക്ഷെ ഇപ്പൊ ആ വിദ്വാനം ഒന്നും ചെയ്യില്ലല്ലോ, അങ്ങനെ നിൽക്കുകയാണല്ലോ. ഒരു കാര്യമുണ്ട്. രണ്ടാമതൊരു വഴി രൂപം കൊണ്ട് പേര് വിളിക്കുക. രൂപം കൊണ്ട് പേര് വിളിക്കുക. അപ്പൊ ആ വിദ്വാനെ കണ്ട ഏകദേശം എന്താ തോന്നുന്നത്? ഇപ്പോ ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു പൊണ്ണൻ. അതിനെ പൊണ്ണൻ വിളിക്കുക. പൊണ്ണനോ? വിദ്വാന്റെ അടുത്ത് പറഞ്ഞാൽ കിട്ടിയത് എന്താവും അവസ്ഥ? അതല്ല, കാര്യം സാധിക്കട്ടെ, നമ്മുടെ കാര്യം നേരെയാക്കട്ടെ. എന്തായാലും വിരോധമില്ല, നമുക്ക് എല്ലാവരും കൂടി വിളിക്കാം. അപ്പൊ പിന്നെ ആരെങ്കിലും തിരക്കി പിടിച്ച് പ്രഹരിക്കാൻ വഴിയില്ല. കിട്ടുകയാണെങ്കിൽ എല്ലാവരും കൂടി കിട്ടിക്കോട്ടെ. എന്നാ എന്താ വിളിക്കേണ്ടത്? എല്ലാവരും കൂടി ഒക്കെ ഒന്ന് ബ്രാഹ്മണൻ എന്ന് വിളിക്കുക. വിദ്വാൻ ഒരു പക്ഷേ പുറപ്പെട്ടാലോ? അവിടെ ചെന്ന്, അല്ലേ പൊണ്ണ ബ്രാഹ്മണൻ അങ്ങ് എങ്ങനെയെങ്കിലും പുറപ്പെട്ട കന്യകയെ രക്ഷിക്കണം, അല്ലേ പൊണ്ണ ബ്രാഹ്മണൻ അങ്ങ് എങ്ങനെയെങ്കിലും പുറപ്പെട്ട കന്യകയെ ഒന്ന് രക്ഷിക്കണം, ആ വലിയ വില്ലെടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കന്യകയെ രക്ഷിക്കണം, പൊണ്ണൻ ഒന്ന് പുറപ്പെടണം എന്നീ വണ്ണം ആ ഭീമസേനൻ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കൊണ്ട് ഒരു പൊണ്ണ ബ്രാഹ്മണൻ എന്നീ വണ്ണം അവിടെ ചെന്ന് പറഞ്ഞപ്പോ എന്താ ഉണ്ടായത്? ഭീമസേനൻ പറഞ്ഞു, അല്ലേ ബ്രാഹ്മണന്, ഞാൻ ഒരു വിദ്വാനെ കാണിച്ചു തരാം. ആ വിദ്വാനോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ. കാരണം ആ വിദ്വാന നല്ലത്. ഭീമസേനന് മനസ്സിലായി എന്താ വേറെ ഒന്നല്ല. കാരണം തനിക്ക് പറ്റില്ല എന്ന് പറയാനും വയ്യ. തന്റെ അനുജനായിരിക്കുന്ന ആ അർജുനന് ജനിച്ചിട്ടുള്ള കന്യകയാണല്ലോ. അപ്പോ സത്യാവസ്ഥ അതാണെങ്കിലും ഭീമസേനൻ, അതെ ബ്രാഹ്മണര്, ഇനി ഞാൻ കഴിവില്ലാത്തവനാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ പുറപ്പെട്ട് ചെന്നാൽ ഇതൊക്കെ എനിക്ക് നിസാര. എന്താ ചെന്നാൽ പുറപ്പെട്ട ഒരു കൈ കൊണ്ട് ഞാൻ ആ വില്ലും മണ്ഡപവും ഒക്കെ എടുക്കും. പിന്നെ അടുത്ത കൈ കൊണ്ട് ആ കന്യക എടുക്കും കേട്ടോ. അത്രേ ഉള്ളൂ. ഈ പൊണ്ണം പോയി അതൊക്കെ തന്നെ ഉണ്ടാവും. കന്യക വില്ലും മണ്ഡപമൊക്കെ ഒരുമിച്ച് പൊടിക്കും. വേണ്ട അതവിടെ നിന്നോട്ടെ. വേണ്ട പൊണ്ണ ബ്രാഹ്മണൻ, ഞങ്ങൾ അങ്ങ് ആരെ ചൂണ്ടി കാണിച്ചാൽ ആ വിദ്വാന്റെ അടുത്ത് എന്നൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ബ്രാഹ്മണന് വല്ലാണ്ട് അവിടെ ഒന്നുമില്ല. കാരണം ഭീമസേനന്റെ ആ കണ്ണും ഒക്കെപ്പാടെ കണ്ടപ്പോ കൂടുതൽ നേരം അവിടെ നിന്ന് സംഭാഷണം ചെയ്യണം തോന്നിയില്ല. അവിടുന്ന് വേഗം ബ്രാഹ്മണര് ആരെയാണോ ചൂണ്ടിക്കാണിച്ചത് ആ പൊണ്ണ ബ്രാഹ്മണൻ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെല്ലണേന്റെ ഇടയിൽ ഉറക്കം വിളിച്ചു ചോദിച്ചു, അതെ പൊണ്ണ ബ്രാഹ്മണൻ, ഈ വിദ്വാന്റെ പേരെന്താ? അപ്പൊ ഭീമസേനന് പെട്ടെന്ന് തോന്നിയത് സുന്ദരൻ എന്ന് പറയുകയാണ്. അങ്ങനെ സുന്ദര ബ്രാഹ്മണൻ എന്നുള്ളതാ പറഞ്ഞത്. അവിടെ ചെന്ന് ആ ബ്രാഹ്മണര് നോക്കുമ്പോ ഒരു സുന്ദരൻ തന്നെ.
അതിന് സംശയമൊന്നുമില്ല. ഈ സുന്ദരൻ തന്നെയാ സുന്ദരിയൊക്കെ പഞ്ചാരിക്ക് നല്ലത്, നമുക്കത് ഉത്സാഹിപ്പിക്കാം, മാത്രമല്ല ബില്ലെടുക്കാൻ നമുക്കും സഹായിക്കാം ഈ സുന്ദരനെ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അല്ലേ സുന്ദര ബ്രാഹ്മണൻ അങ്ങ് പുറപ്പെട്ട എങ്ങനെയെങ്കിലും കന്യകയെ രക്ഷിക്കണം, അല്ലേ സുന്ദര ബ്രാഹ്മണൻ അങ്ങ് പുറപ്പെട്ട എങ്ങനെയെങ്കിലും കന്യകയെ രക്ഷിക്കണം, മാത്രമല്ല ഇനി ബ്രാഹ്മണരൊക്കെ എവിടെയെങ്കിലും ചെന്ന് ഭക്ഷണം കഴിക്കണമെങ്കിലും ദക്ഷിണ കിട്ടണമെങ്കിലും എങ്ങനെയെങ്കിലും ആ കന്യകയുടെ വിവാഹം ഒന്ന് കഴിയേണ്ടതുണ്ട്, അങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് പുറപ്പെടണം, ഞങ്ങളും അങ്ങേ സഹായിക്കാൻ വന്നിട്ട് ബില്ലെടുക്കാൻ, ആ ബില്ലെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളൊപ്പം നിൽക്കാം, ബില്ലെടുത്ത് ലക്ഷ്യം ഛേദിച്ചു കഴിഞ്ഞ് പിന്നെ ബാക്കിയൊക്കെ സുന്ദരനായിക്കോളൂ, ബാക്കി എന്താ വെച്ചാൽ ആയിക്കോളൂ, ഞങ്ങൾ സഹായിക്കാം എന്നുള്ളത് പറഞ്ഞപ്പോ അർജുനൻ ബ്രാഹ്മണരുടെ ആ തന്നോടുള്ള വന്ന ആവശ്യം ഇങ്ങനെ കുറെ കേട്ട് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്നുള്ളത് അറിയില്ലല്ലോ, താൻ പുറപ്പെടണോ, തനിക്ക് വേണ്ടി ജനിച്ചിട്ടുള്ള കന്യകയുള്ളൂ. അർജുനന് സന്തോഷമായി. പക്ഷേ ധർമ്മപുത്രന്റെ തന്റെ ജ്യേഷ്ഠൻ വിഷപ്രസന്നനായിട്ട് അപ്പുറത്തുണ്ടല്ലോ, ആ ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കിയപ്പോ ജ്യേഷ്ഠന്റെ അനുവാദം ഉണ്ടായത്, എന്നാൽ അർജുന അന്ന് താമസിക്കല്ല, പുറപ്പെട്ടോളൂ എന്നുള്ള മൗനാനുവാദം അങ്ങനെ ഉണ്ടായത്. അതായപ്പോ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ അദ്ദേഹം സഭാമധ്യത്തിലുണ്ടല്ലോ, അദ്ദേഹത്തിന് മാത്രമേ അറിയൂ തന്റെ ഭക്തന്മാര് വേഷപ്രച്ഛന്നരായിട്ട് ആ പാഞ്ചാല രാജധാനിയിൽ വന്നിട്ടുണ്ട്. അപ്പോ അവരെ ഇനി രക്ഷിക്കുക, അങ്ങനെയുള്ള വേണ്ടത് അവരുടെ കീർത്തിയും യശസ്സും ഒരുപോലെ വർദ്ധിപ്പിക്കുക. അപ്പൊ ഭഗവാനും ആ അർജുനന്റെ മുഖത്ത് നോക്കി, അർജുനനും ഭഗവാന്റെ മുഖത്ത് നോക്കി മൗനാനുഗ്രഹം അതുകൂടി ആയപ്പോ അർജുനൻ തന്നെ താമസിക്കുകയല്ല എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ബ്രാഹ്മണർക്കും സന്തോഷമായി. എന്താണെന്നോ നമ്മുടെ വാക്ക് കേട്ടിട്ട് ആ സുന്ദരൻ പുറപ്പെട്ടു, നമുക്കും പുറപ്പെടാം. അങ്ങനെ ബ്രാഹ്മണരോട് കൂടിയിട്ടുള്ള അർജുനൻ അവിടുന്ന് അങ്ങനെ പുറപ്പെട്ട് പതുക്കെ ആ സഭാമധ്യത്തിലേക്ക് വരണ വഴിക്ക് ഭീഷ്മാചാര്യരെ, കൃപാചാര്യരെ, ദ്രോണാചാര്യരെ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെ അനുഗ്രഹം മേടിച്ചു. അവരൊക്കെ ഒരു ബ്രാഹ്മണൻ ബില്ലെടുക്കാൻ പോവല്ലേ, നീ വിജയീ ഭവ, അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ആ പതുക്കെ പുറപ്പെട്ട് ആ വില്ലിന്റെ സമീപത്ത് എത്തി എന്നുള്ളത് മാത്രമല്ല, അർജുനൻ എന്താ ചെയ്തത്, സാധാരണ എല്ലാ രാജാക്കന്മാരും ചെയ്യണമാര് ഓടിച്ചെന്ന് ആ വില്ലുമ്പിലേക്ക് കടന്നു പിടിക്കുക, അതാണോ ചെയ്തത്? അതല്ല, അർജുനൻ എന്ത് ചെയ്തു എന്നല്ലേ, പഞ്ചശവരമേനം ആലോപയാമാസബലീസലീലം ആ വലുതായിട്ടുള്ള വില്ലിനെ അങ്ങോട്ട് പ്രദക്ഷിണം വെക്കുകയുണ്ടായത്. ഇതൊക്കെ കണ്ടപ്പോ ബ്രാഹ്മണർക്ക് സന്തോഷമായി. എടോ നമുക്കും പ്രദക്ഷിണം വെക്കാം. ബ്രാഹ്മണരും അർജുനന്റെ കൂടെ പ്രദക്ഷിണം വെച്ചു. 3 പ്രദക്ഷിണം പൂർത്തിയാക്കിയപ്പോ പിന്നെ എന്താ ചെയ്തത്, തഥാ പ്രണമ്യ, പിന്നെ പ്രണമിക്കുക എന്ന് വെച്ചാലോ നമസ്കരിക്കുക. ആ വിദ്വ എന്താ നമസ്കരിക്കുന്നു, നമുക്കും നമസ്കരിക്കാൻ അതെന്താ നിശ്ചയുണ്ടോ? എന്താ വെച്ചാൽ വായ കുറിച്ചിരിക്കുക. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കൽ പതിവുണ്ടോന്നോ? എന്ത് നമസ്കരിക്കണമെന്ന് വീഴാണെങ്കിലും കൂടി തലമത്തെ വീഴില്ലേ, കമ്മിന്ന് കൂടാ നമസ്കാരമായെങ്കിലും ഒന്ന് പേടിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട് കൂട്ടത്തില്, ബ്രാഹ്മണരുടെ കൂട്ടത്തിലേടോ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, അത്രേ ഉള്ളൂ. തന്നേക്കാൾ യോഗ്യതയുള്ള ഒരു വസ്തു, തന്നേക്കാൾ യോഗ്യനായിട്ടുള്ള ഒരാള്, ഇവരെ കണ്ടാൽ യോഗ്യന്മാരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ബഹുമാനിക്കില്ലേ. അപ്പോ ഈ വില്ല് ഇത്രയും രാജാക്കന്മാർ പരാജയപ്പെട്ടിട്ടുള്ള വില്ല, അപ്പോ ആ വില്ലിനെ കണ്ടപ്പോ ആ സുന്ദരനെ ഒന്ന് ബഹുമാനിക്കുക, അതാണ് ചെയ്തത്. നമസ്കരിക്കുന്നു. അതുകൊണ്ട് നമുക്കും നമസ്കരിക്കുക. സുന്ദരന് കന്യയെ കിട്ടിയിട്ട് വേണ്ട ഇവിടുന്ന് പോകാനില്ലേ, അല്ലെങ്കിൽ തന്നെ കുറെ നേരമായി ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോണം. അപ്പൊ ഇനി എന്താ വേണ്ടത്, എങ്ങനെയെങ്കിലും ആ വില്ലിനെ നമസ്കരിച്ച് ആ സുന്ദരന് കന്യയെ കിട്ടിയാൽ ഇവിടുന്ന് എല്ലാവർക്കും പോവാം. നമസ്കരിക്കല്ലേ, എല്ലാവർക്കും നമസ്കരിക്കാം. അങ്ങനെ എല്ലാവരും കൂടി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. മന്ത്രം വേണം. മന്ത്രമില്ല, അതെങ്കിൽ നമസ്കരിച്ചാൽ ഫലം ഉണ്ടാവുമോ? അതില്ല. അപ്പൊ വില്ലിനെ നമസ്കരിക്കാനുള്ള മന്ത്രം അത് തോന്നുമോ? ഞാൻ തോന്നില്ല. ബ്രാഹ്മണരായിട്ടുള്ള നമ്മളിപ്പോ വില്ലിനെ നമസ്കരിക്കേണ്ടി വരും എന്നുള്ളത് ഇതുവരെ വിചാരിച്ചിട്ടുണ്ടോ? അതില്ല. അപ്പൊ എന്താ വേണ്ടത്, മന്ത്രമില്ലാതെ നമസ്കരിച്ചാൽ ഫലം ഉണ്ടാവില്ലല്ലോ. അപ്പൊ മന്ത്രം വേണമെങ്കിൽ എന്താ ചെയ്യാം, മന്ത്രം അറിയില്ലെങ്കിൽ മന്ത്രം ഉണ്ടാക്കുക, അതല്ലാതെ നൃത്യമൊന്നുമില്ല. മന്ത്രമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അതൊക്കെ ഉണ്ടാക്കാം. മന്ത്രം അറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യത്, നമസ്കരിക്കണ്ടേ, ഒന്ന് മന്ത്രം ഉണ്ടാക്കുക. അതെങ്ങനെയാണ്? കവിതാവാസനയുള്ള ആളുകൾക്ക് പറ്റും. കവിതാവാസനയോ എന്താ വാസന വെച്ചല്ലോ, എന്തോ വാസനയും വിചാരിച്ചിട്ടോ. കവിത രചിക്കാൻ കഴിവുള്ള ആളുകളെ കൊണ്ട് ഒരു മന്ത്രമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? അതാർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നാ കൂട്ടത്തിൽ ആരാ കേമനായിട്ടുള്ള ആള്? അപ്പോഴാ ഒരു യുദ്ധം രസികന്മാരായിട്ടുള്ള ബ്രാഹ്മണരാണല്ലോ. അതിനൊരു കൂട്ടത്തില് അങ്ങനെയാണെങ്കിൽ ഞാനൊരു മന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, നാട്ടെ എന്റെ മന്ത്രം ഒന്ന് കേൾക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മന്ത്രം, ഞാൻ മന്ത്രം ഉപദേശിക്കാം, നിങ്ങൾ ഇതോട് പഠിക്കുക, ആ വില്ലിനെ നമസ്കരിക്കുക, ഇവിടുന്ന് പോവാം. മനസ്സിലായോ? എന്നാ ശ്രദ്ധിക്കാൻ, ഞാൻ മന്ത്രം ചൊല്ലിത്തരാം. മനസ്സിലായോ? മന്ത്രം ചൊല്ലിത്തരില്ല, ഉപദേശിക്കുക എന്ന് പറയുക. എന്നാ ഉപദേശിക്കുക, കേൾക്കട്ടെ. ഉറക്കെ ആ വിദ്വാൻ മന്ത്രം ഉപദേശിക്കാൻ തുടങ്ങി. എന്താണ്
അംഗമംഗകലിംഗാനാമംഗഭംഗ വിധായിനെ ഉക്ഷണ്ടതരകോദണ്ഡ പ്രകാണ്ടായ നമോ നമഃ. നീ ചെല്ലി ഇവിടെ എത്ര വലിയ മന്ത്രം എത്ര നേരം കൊണ്ട് പഠിക്കാൻ പറ്റും? എന്തൊക്കെ ശബ്ദം പുറപ്പെടുവിക്കാന്നല്ലാതെ കണ്ട് എന്താ ഞാൻ ചെല്ലണത്? അംഗമംഗകലിംഗാനാമംഗഭംഗ വിധായിനെ ഉക്ഷണ്ടതരകോദണ്ഡ പ്രകാണ്ടായ നമോ നമഃ. എനിക്കോ എല്ലാം പുറപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യം പോകുന്നത് ശരിയാ. എന്താ ഒന്നുകൂടി ചെല്ലാം കേൾക്കട്ടെ. അംഗവംഗകരിങ്കാനാമതി മതി മതി, ബാക്കി ഇത് ചെല്ലിട്ടാവാം. അംഗവംഗയല്ല, അംഗവംഗകരിങ്ക അംഗവംഗകലി അംഗവംഗ കലിയ ഇതൊക്കെ പഠിച്ച് തെല്ലുക എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒന്നാമത് നേരെ പറയില്ലേ? ഇപ്പൊ തന്നെ പകുതി കഴിഞ്ഞപ്പോ ഈ മന്ത്രമൊക്കെ ഈ നേരം കൊണ്ട് പിടിക്കാൻ പറ്റുമോ? ഇവിടെ പിന്നെ അർത്ഥം വല്ലതും ഉണ്ടോ? ഒന്ന് അർത്ഥം അറിഞ്ഞിട്ടെങ്കിലും ഒന്ന് ചെല്ലിയിട്ടില്ലെങ്കിലും നമസ്കരിക്കാം. അർത്ഥമൊക്കെ ഉണ്ട്. അതെ അർത്ഥം എന്താ കേൾക്കട്ടെ. അംഗഭംഗ വിധായിനെ ആ അംഗൻ മംഗൻ കലിംഗൻ തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാർക്ക് അംഗഭംഗം വരുത്തിയിട്ടുള്ള ഉക്ഷണ്ടതരകോദണ്ഡപ്രചാണ്ടായ നമോ നമഃ വലുതായിട്ടുള്ള വില്ലിനായിക്കൊണ്ട് നമസ്കാരം. ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പഠിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. എടോ ഇത്ര വലിയ മന്ത്രമൊക്കെ എത്ര നേരം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഞാൻ ഈ പ്രവർത്തിക്ക് വരുമോ? വേറെ എന്തിനൊക്കെ പോവും? അപ്പൊ ചെറിയ മന്ത്രം എന്താ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ ഉപദേശിച്ചാൽ അത് ചൊല്ലി നമസ്കരിച്ചാൽ ഇവിടുന്ന് എല്ലാവർക്കും പോവാം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ മന്ത്രം വല്ലതും ഉണ്ടോ? ചെറിയ മന്ത്രം ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടിയും കേട്ടപ്പോ രസികനായിട്ടുള്ള വേറൊരു ബ്രാഹ്മണൻ. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണരെ നിങ്ങൾ ആരും പരിഭ്രമിക്കണ്ട. ഞാൻ ചെറിയൊരു മന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. നാട്ടെ എന്റെ മന്ത്രം കേൾക്കട്ടെ. അപകടമുള്ളതൊന്നല്ലോ. അപകടമുള്ളതൊന്നല്ല, നല്ല മന്ത്ര. എന്നാ നോക്കട്ടെ, പഠിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉറക്ക മന്ത്രം. എന്താണ്? ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ നമഃ. സമാധാനായി. നീ ഇവിടുന്ന് പോവാ. അതെ പോവാ. ഈ മന്ത്രം പഠിച്ചൂടെ? എന്തോ കാണാൻ ചെറിയ മന്ത്രല്ലേ. അല്ല ചെറിയ മന്ത്രാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റിക്കരുത് കേട്ടോ. തെറ്റിച്ച് ചെല്ലിക്കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. അതാ പറയണത്. ചെറിയ മന്ത്രം ആണ്, അതെ സൂക്ഷിച്ച് ചെല്ലണം. മന്ത്രമാണെങ്കിൽ ഫലം ഉണ്ടാവില്ല തെറ്റിച്ചാൽ. അതാ പറയണത്. ഇല്ല ഞങ്ങൾ ആരും തെറ്റിക്കില്ല. എന്നാ ഉറക്കെ ചെല്ലി നമസ്കരിക്കുക. ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ നമഃ. എല്ലാവരും കൂടി നമസ്കരിക്കാൻ തുടങ്ങി. ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ നമഃ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ നമഃ. ജരാസന്ധന്റെ കളഞ്ഞ വില്ലുവല്ലായ നമഃ. ആരാ മന്ത്രം തെറ്റിച്ചത്? നീയാണോ? മന്ത്രം തെറ്റിക്കരുത് കേട്ടോ. തെറ്റിച്ചാൽ രണ്ടാം തെറ്റിയാണ്. മന്ത്രം തെറ്റിച്ച് എല്ലാവരും മനസ്സിലായില്ലേ? മന്ത്രം തെറ്റിക്കില്ല. തെറ്റിക്കാതെ കൊണ്ട് വേഗം നമസ്കരിക്കുക. ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ നമഃ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ നമഃ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ നമഃ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ നമഃ. ജരാസന്ധന്റെ കളഞ്ഞ വില്ലുവല്ലായ നമഃ. ജരാസന്ധന്റെ വില്ലുവല്ലായ നമഃ. ജരാസന്ധന്റെ പല്ലുവില്ലായ നമഃ. ജരാസന്ധന്റെ കളഞ്ഞ വില്ല വല്ലതില്ല. ഈ കവരാതവരോട് പുറപ്പെട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് അത് ഇത്രയൊക്കെ നേരെ പോകും. ഇത്ര നേരെ ചെയ്ത് ദൈവാധീനം ഞാൻ കണക്കാക്കുള്ളൂ. മന്ത്രം തെറ്റിച്ചിട്ടും തെറ്റിക്കാതെ കണ്ടും ബ്രാഹ്മണര് ആ നമസ്കാരം പൂർത്തിയാക്കിയ ഇവിടുന്ന് അങ്ങോട്ട് എണീറ്റപ്പോ കാണുന്ന കാഴ്ച എന്താന്നല്ലേ? സവ്യസാജി കോദണ്ഡമാലായ. ആ സവ്യസാജി ആ വലുതായിട്ടുള്ള വില്ല കണ്ടെടുത്ത് കണ്ടു ഉയർത്തുക. സവ്യസാജി എന്ന് വെച്ച് കഴിഞ്ഞാലോ രണ്ട് കൈകളെ കൊണ്ടും ഒരുപോലെ പ്രയോഗിക്കാൻ കഴിവുള്ള ആളുകളെയാണ് സവ്യസാജി എന്ന് പറയുക അല്ലേ? ചില ആളുകൾക്ക് വലത്തേ കൈയിനാവും സ്വാധീനം, എന്നാൽ ചില ആളുകൾക്കാണെങ്കിൽ ഇടത്തേ കൈയിനാവും സ്വാധീനം. ഇങ്ങനെ വലത്തിനും ഇടത്തിനും സ്വാധീനമുള്ള ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ആളുകളെ വിശേഷിപ്പിക്കുക സവ്യസാജി. ആ സവ്യസാജികളിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് ആര്? അർജുനൻ. അപ്പോ ആ അർജുനന് താമസമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ആ വലുതായിട്ടുള്ള വില്ല് അങ്ങോട്ട് എടുത്തു പൊക്കി. ഇതങ്ങോട്ട് കണ്ടു. പൊക്ക മാത്രമാണോ? അത് മാത്രല്ല ചെയ്യണത്. അതിനെയോ ഏനം പഞ്ചഷവാരം ഉദഞ്ചയൻ. അതിനെ 5-6 പ്രാവശ്യം മേപ്പെട്ട് വീർപ്പെട്ട് എറിഞ്ഞു പിടിക്കുക. ഇതാ ബ്രാഹ്മണര് കാണുന്നത്. എന്ത് കഥ! ഓരോ രാജാക്കന്മാരെ എടുത്തു ഉയർത്താൻ കൂടി അനക്കാൻ കൂടി സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ആ സുന്ദര ബ്രാഹ്മണൻ പുറപ്പെട്ട ആ വലിയ വില്ല് എടുത്തു എന്നുള്ളത് മാത്രമല്ല, വലത്തെയും കൊണ്ടങ്ങ് എറിയ, ഇടത്തെയും കൊണ്ടങ്ങ് പിടിക്കുക, ഇടത്തെയും കൊണ്ടങ്ങ് എറിയും, വലത്തെയും കൊണ്ടങ്ങ് പിടിക്കും. ഇതങ്ങോട്ട് കണ്ടപ്പോ ബ്രാഹ്മണർക്ക് അത്ഭുതം സഹിക്കുക വയ്യാതെ കണ്ട. ഏടോ എന്ത് കഥ! ബ്രാഹ്മണൻ ആ വില്ല് താഴത്തേക്ക് വരുമ്പോ ബ്രാഹ്മണർക്ക് പേടിയാ. കാരണം അത് ആ വിദ്വാന്റെ കയ്യിൽ നിന്നില്ലെങ്കിൽ അപ്പളാ ഇട് പിടിക്കും. ഇടത്തെയും കൊണ്ട് പിടിച്ച് വേളിക്ക് എറിയും, വലത്തെയും കൊണ്ട് പിടിക്കും. ഇങ്ങനെ 1-2 പ്രാവശ്യമല്ല, പഞ്ചഷവാരം ഉദഞ്ചയൻ 5-6 പ്രാവശ്യ. കാരണം അർജുനൻ എങ്ങനെയുള്ള ആളാ? ദ്രോണാചാര്യരുടെ ശിഷ്യൻ.
ആയുധവിദ്യയെങ്കിൽ അർജുനനെ പോലെ അത്ര കേമനായിട്ട് വേറെ ആരുമില്ല. മാത്രമല്ല ആ സവ്യസാചി രണ്ട് കൈകളെ കൊണ്ടും ഒരുപോലെ പ്രയോഗിക്കാൻ കഴിവുള്ള ആളാ. ഈ പ്രയോഗിക്കാൻ കഴിവുള്ള ആളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാത്രമല്ല ബലിഷ്ഠങ്ങളായിട്ടുള്ള കരങ്ങളെ കൊണ്ട് ഉള്ള ആളാ. അങ്ങനെ ബലിഷ്ഠങ്ങളായിട്ടുള്ള കരങ്ങളെ കൊണ്ടുള്ള അർജുനൻ താമസമൊന്നും ഇല്ലാണ്ട് സലീലം ആ ബലവാനായിട്ടുള്ള അർജുനൻ വളരെ കലിയായിട്ട് അദ്ദേഹത്തിന് ഇതൊക്കെ നിസ്സാര. അദ്ദേഹം വളരെ കടിയായിട്ട് ആ വലിയ 5-6 പ്രാവശ്യം അഭ്യാസികൾ എങ്ങനെയുള്ളോ താൻ പ്രയോഗിക്കാൻ പോണ ആയുധം എടുത്ത് ഒരു പ്രയോഗമുണ്ട്. ആ ഒരു 5-6 പ്രാവശ്യം അഭ്യാസം തുടർന്ന് ആ തല വളച്ച് കട കുത്തി തല വളച്ച് ഞാട് കൂട്ടിക്കെട്ടി 5 ശരങ്ങൾ എടുത്ത് ഒരുമിച്ച് വലിച്ചു പിടിച്ചു. ഇത് വലിച്ചു പിടിച്ചപ്പോ 5 ശരങ്ങൾ ഒരുമിച്ച് എടുക്കുന്നത് കാണുന്നത്. അപ്പൊ ബ്രാഹ്മണര് പറഞ്ഞു, ഒരു ശരം അത് ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ അടുത്തത്. അങ്ങനെ 5 പ്രാവശ്യം നോക്കാം. ഈ 5 എണ്ണം പല ദിക്കിലേക്ക് പോയാൽ 6ാമത് ഒരെണ്ണം പാഞ്ചാലം വെച്ചിട്ടില്ല സുന്ദരൻ. അതുകൊണ്ട് ഓരോന്നും മതി. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അർജുനന്? അർജുനൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം എന്താ? മധ്യമ പാണ്ഡവൻ ദ്രോണാചാര്യരുടെ ശിഷ്യൻ. അത് മാത്രമാണോ? അത് മാത്രമല്ല, അദ്ദേഹം ദേവേന്ദ്രന്റെ പുത്രനാണോ? വീരേന്ദ്രകുമാരനാണ്. അങ്ങനെ ആ ദേവേന്ദ്രന്റെ പുത്രനായിരിക്കുന്ന അർജുനന് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് അദ്ദേഹത്തിന് അറിയാം ആ 5 ശരങ്ങൾ ഒരുമിച്ച് പ്രയോഗിച്ചാലാണ് ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിക്കൂട് വലത്തോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷി സ്വരൂപം ആ ലാക്ക് ഛേദിക്കാൻ ഈ 5 ശരങ്ങൾ നിഴലി നോക്കിയിട്ട് ഒരുപോലെ പ്രയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആ 5 ശരങ്ങൾ വലിച്ചുകൊണ്ട് പിടിക്കണതേ ഉള്ളൂ. പിന്നെ ശരവേഗം എന്നൊക്കെ പറയാനല്ലാതെ കണ്ട് കണ്ണടച്ച് തുറക്കണതിന്റെ മുമ്പേ ആ 5 ശരങ്ങളും അവിടെ നിന്ന് ആ വലുതായിരിക്കുന്ന ലക്ഷ്യം ആ ലക്ഷ്യം ഭൂമിയിലങ്ങോട്ട് പതിക്കുകയുണ്ടായത്. ഇതങ്ങോട്ട് കണ്ടപ്പോ ബ്രാഹ്മണരൊക്കെ മുഴുവൻ വളരെയധികം സന്തോഷമായി എന്നുള്ളത് മാത്രമല്ല, അവര് മുഴുവൻ ആ അത്ഭുതത്തോടു കൂടിയിട്ട് ആകാശമാർഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിസ്വരൂപത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിച്ചെന്നു. മാത്രമല്ല, ഏതായി സുന്ദരൻ, ഏതായി സുന്ദരൻ എന്നീ വണ്ണം സഭയില് ഇരിക്കുന്ന ഓരോരുത്തരും കൗതുകത്തോടു കൂടിയിട്ട് ആരാ ഇത് എന്നുള്ളത് മനസ്സിലാവാതെ കൊണ്ട് പരിഭ്രമിക്കുന്ന സമയത്ത് ആ സഭയിലുള്ള അവസ്ഥ എന്താണെണെങ്കിൽ വേറൊന്നുമല്ല, മാലയാ പരിഭ്രാന്താളി മാലയാ രമണീരമണം ചക്രേ രമണീയാംഗമർജുനം രമണം ചക്രേ. ആ സഭാവാസികൾ മുഴുവൻ നോക്കുമ്പോ പാഞ്ചാലി സുന്ദരിമാരായിട്ടുള്ള സഖിമാരുടെ നടുക്കില് ഒരു മാല പിടിച്ചിട്ട് ഇങ്ങനെ വരണതാ കാണുന്നത്. ഈ മാല പിടിച്ചു വരണത് കണ്ടപ്പോ സഭാവാസികൾക്ക് തോന്നി പാഞ്ചാലി 2 മാല പിടിച്ചിട്ടാണോ വരണത് എന്ന്. അതെന്താ കാരണം? ഇത്ര കേമനായിട്ടുള്ള സുന്ദരനെ എണീക്കാൻ 1 മാല പോരാ, 2 മാല ഇട്ട് തന്നെ വേണം വരിക്കാൻ. എന്നീ വണ്ണം 2 മാല പിടിച്ചിട്ടാണോ ആ പാഞ്ചാലി നടന്നു വരുന്നത്? യഥാർത്ഥത്തിൽ 2 മാല ഇല്ല, അങ്ങനെ തോന്നുക. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഫലിതമായിരിക്കുന്ന ആമോദത്തോടുകൂടെ പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടിബോധങ്ങളെ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാല. മനസ്സിലായില്ലേ? വേറൊന്നും മനസ്സിലായിട്ടില്ല. ഇനി ബന്ധു മനസ്സിലാവുന്നതേ ഉള്ളൂ. എടോ വേറൊന്നുമല്ല, എന്താ അതിമനോഹരായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള മാല. അപ്പൊ മനോഹരായിട്ടുള്ള പുഷ്പങ്ങള്, ആ പുഷ്പങ്ങളിൽ തേനുണ്ട്. ആ തേൻ നുകരാൻ വേണ്ടിയിട്ട് വണ്ടുകളുണ്ട്. അപ്പോ മാല അത് ആ സുന്ദരൻ ലക്ഷ്യം ഛേദിച്ചു എന്നറിഞ്ഞപ്പോ ആ മാല സഖിമാരാൽ എടുത്ത് പാഞ്ചാലിയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ ആ കയ്യിൽ മാല കൊടുക്കുന്ന സമയത്ത് മാലയ്ക്ക് ഇളക്കം തട്ടിയപ്പോ അതിന്റെ ഉള്ളിൽ വണ്ടുകൾ തേൻ കുടിക്കുന്നുണ്ടല്ലോ. ആ വണ്ടുകൾക്ക് ഇളക്കം തട്ടിയപ്പോ വണ്ടുകൾ അതിന്റെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ വണ്ടിൻ കൂട്ടങ്ങളോട് കൂടിയിട്ടുള്ള ആ ചുറ്റപ്പെട്ടിട്ടുള്ള മാല ദൂരത്ത് നിന്ന് കണ്ട എന്താ തോന്നുക? 2 മാലയാണോ എന്ന് തോന്നി. യഥാർത്ഥത്തിൽ 2 ഉണ്ടോ? ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ അതിമനോഹരായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ആ മാല പിടിച്ച് ആ പാഞ്ചാലി പതുക്കെ സഖിമാരുടെ നടുക്കില് ആ സഭാമധ്യത്തിൽ എത്തി എന്നുള്ളത് മാത്രമല്ല, രമണം ചക്രേ ആ മാല കൊണ്ട് രമണനാക്കി ചെയ്യാണ്ടായത്. രമണനാക്കി ചെയ്യുക. രമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെയും ഭർത്താവിനെ രമിപ്പിക്കാൻ പോകുന്നവൾ ആരോ രമണിയായിരിക്കുന്ന പാഞ്ചാലി. രമണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മരണം വരെയും ഭാര്യയെ രമിപ്പിക്കാൻ പോകുന്നവൻ ആരോ രമണനായിരിക്കുന്ന അർജുനൻ. അതും അർജുനൻ എങ്ങനെയുള്ള അർജുനനാ? രമണീയാംഗമർജുനം. അതിസുന്ദരനാ എന്ന് വെച്ചാൽ ആ സുന്ദരിയായിട്ടുള്ള പാഞ്ചാലിയും സുന്ദരനായിട്ടുള്ള അർജുനനും സഭാമധ്യത്തിൽ നിൽക്കുമ്പോ സഭാവാസികൾക്ക് മുഴുവൻ അവരെ 2 പേരെയും ഒരുമിച്ച് കണ്ടപ്പോ ഇങ്ങനെയാണ് മനസ്സിൽ തോന്നലുണ്ടായത്. ആ പാഞ്ചാലിക്ക് അനുരൂപനായിട്ടുള്ള ഭർത്താവിനെയാണല്ലോ ലഭിച്ചത്. ഇത്രയൊക്കെ ക്ലേശിച്ചാലും ഇത്ര ചേർച്ചുള്ള ഒരാളെ കിട്ടുക അതങ്ങനെ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്തൊരു ചേർച്ചയാണ് ഇത് കാണാൻ. 2 പേരും ഒരുമിച്ച് നിന്നാൽ ഇതിലെന്നെ ചേരണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നില്ലേ? സാധാരണ അതങ്ങനെ അപൂർവ സന്ദർഭങ്ങളിലാണ് ഉണ്ടാവല്. കാരണം എന്താ?
കാരണം വിവാഹത്തിന് മുമ്പ് പോയി ശീലമുള്ള ആളുകൾക്ക് അറിയാലേ. മുമ്പത്തെ കാര്യമായിട്ടോ പറയണത് അപ്പുറത്തെ കാര്യമല്ല. അതായത് ആദ്യമായിട്ട് ആ വിവാഹത്തിന് ചെല്ലുമ്പോ വരനെയും വധുവിനെയും ആ മണ്ഡപത്തിൽ വെച്ചിട്ടാണല്ലോ എല്ലാവർക്കും കാണാൻ തരവുക. അപ്പൊ അങ്ങനെയല്ല, അപ്പൊ അതിന്റെ മുമ്പൊക്കെ തരാവും. അപ്പോ രണ്ടുപേരും ഒരുമിച്ച് കാണണമെങ്കിൽ ആ അന്നത്തെ ദിവസം അവിടെ ചെല്ലണം. അങ്ങനെ ചെന്ന് അവര് ആദ്യമായിട്ട് അവരെ ഒരുമിച്ച് കാണുമ്പോ എന്താ സാധാരണ തോന്നല്? എന്ത് തോന്നാൻ? അധികം തോന്നല് ഇങ്ങനെയാണ്. ഏത് ലാഭത്തിന് കിട്ടിയത് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു സാധനത്തിന്? ഒരു ചേർച്ചയില്ല കേട്ടോ. എവിടുന്ന് അങ്ങനെ വെള്ളത്തിന് തരാക്കിയില്ല. എങ്ങനെയാ അപൂർവം സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല. അവിടെ ഇങ്ങോട്ട് ചെന്നാൽ ആദ്യമായിട്ട് കാണുമ്പോ എന്തൊരു ചേർച്ചയാ നോക്ക്. ഇവരെന്നെ കേട്ടോ ചേരേണ്ടിയിരുന്നത്. എവിടുന്ന അങ്ങനെയൊക്കെ തരായത്? ഇങ്ങനെ അപൂർവം സന്ദർഭങ്ങളിൽ എല്ലാവർക്കും തോന്നണതാണ്. ഇവിടെ പാഞ്ചാലിയും അർജുനനെയും കണ്ടപ്പോ തോന്നിയത് എന്താ? എന്തൊരു ചേർച്ച. ഇവരെന്നെ കേട്ടോ ചേരേണ്ടിയിരുന്നത്. അതിന് സംശയമൊന്നുമില്ല. എന്നിങ്ങനെ സഭാവാസികൾക്ക് ഒരുപോലെ തോന്നണമെങ്കിലോ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭംഗിയുള്ള പാഞ്ചാലി, ഭംഗിയുള്ള കൈകളെ കൊണ്ട്, ഭംഗിയുള്ള മാല, ഭംഗിയുള്ള അർജുനന്റെ ഭംഗിയുള്ള കഴുത്തില് ഭംഗിയായിട്ട് അങ്ങനെ അലങ്കരിച്ചു. അത് അലങ്കരിക്കുന്ന സമയത്ത് സാക്ഷാൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ആ സഭാമധ്യത്തിൽ എന്തെന്നില്ലാതെ കൊണ്ട് ആ ശോഭങ്ങൾ വർദ്ധിപ്പിച്ചു വശാക്കി എന്നുള്ളത് മാത്രമല്ല, കാരണം തന്റെ പരമഭക്തയായിട്ടുള്ള പാഞ്ചാലി, പരമഭക്തരായിട്ടുള്ള അർജുനൻ, ഇരുവരുടെയും ആ വിവാഹം അത് മംഗളമാക്കി തീർക്കാനാണല്ലോ അദ്ദേഹം അവിടെ എഴുന്നേണ്ടിയിരിക്കുന്നത്. അപ്പോ ആ വിവാഹത്തിന്റെ ആ സന്ദർഭത്തില് അദ്ദേഹത്തിന്റെ ശോഭ പതിന്മടങ്ങ് വർദ്ധിച്ചു വശായി എന്നുള്ളത് മാത്രമല്ല, ആ ഭക്തജനങ്ങൾ മുഴുവൻ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത്. കാരണം അദ്ദേഹത്തിന്റെ ചൈതന്യം എന്തെന്നില്ലാതെ വർദ്ധിച്ചു വശായി. ആ വർദ്ധിക്കുന്ന സമയത്ത് കൃ എന്നുള്ള ധാതു എല്ലാവരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ പോകുന്നവൻ എന്നുള്ളതാണല്ലോ. എന്താ അവിടെ നടക്കുന്നത് എന്നുള്ളത് ബാക്കി എല്ലാവരും അത്ഭുതത്തോട് നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ ചൈതന്യം വർദ്ധിച്ചു വശായപ്പോ ഭക്തജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഭക്തജനങ്ങൾക്ക് അറിയാം ഏത് അവരിവിടെ ഉത്സവത്തിന് വന്നത് ആരെ കാണാൻ, ഗീതം കേൾക്കുക, വാദ്യം കേൾക്കുക, അതൊന്നുമല്ല പ്രധാനം. ഭഗവാനെ ഒരു നോക്ക് കാണുക. അതിനാണല്ലോ എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ ഭഗവതി അവിടെ ഉണ്ടാവും. അപ്പോ ആ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം സാധാരണക്കാരനായിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് മാത്രമേ അറിയൂ. അദ്ദേഹം ആരാ? അദ്ദേഹം സാക്ഷാൽ ശ്രീനാരായണനാണല്ലോ. പാൽക്കടലാകുന്ന പാലാഴിയിങ്കൽ അനന്തനാകുന്ന പള്ളികത്തെങ്കിൽ അദ്ദേഹം ലക്ഷ്മി ദേവിയോടും ധാത്രി ദേവിയോടും കൂടി സുഖമാകുമ്പം അധിവസിക്കുമ്പോൾ അതാത് യുഗങ്ങളിൽ അദ്ദേഹം അവതാരം എടുക്കാറുണ്ട്. മത്സ്യമായിട്ട്, കൂർമായിട്ട്, വരാഹായിട്ട്, നരസിംഹമായിട്ട്, പരശുരാമനായിട്ട്, ശ്രീരാമനായിട്ട് ദശാവതാരങ്ങൾ, ഇങ്ങനെ മുഖ്യ വംശാവതാരങ്ങൾ വേറെ എന്നൊക്കെ പറയുമെങ്കിലും ശ്രീകൃഷ്ണാവതാരം പോലെ ഒരു അവതാരം അതിന്റെ മുമ്പും ഉണ്ടായിട്ടില്ല, അതിന്റെ ശേഷം ഉണ്ടായിട്ടില്ല. കാരണം എന്താ? പൂർണ്ണാംഗാവതാര സ്വരൂപന, നേരിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ഒരു അവതാരം ആ ശ്രീകൃഷ്ണാവതാരം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള അവതാര പുരുഷനെ ഒരു കാണുക. അദ്ദേഹത്തിന്റെ ദൃഷ്ടി ഈ ജന്മം തന്റെ ശരീരത്തിലൊന്ന് പതിപ്പിക്കാൻ ആഗ്രഹമുള്ളവരായി തീർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ബദ്ധശ്രദ്ധരായിക്കൊണ്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന ഗോവിന്ദ മാധവ എന്നിങ്ങനെയുള്ള ഓരോരോ നാമജപോദ്ഘോഷങ്ങളെ കൊണ്ട് പാഞ്ചാലരാജധാനി മുഴുവൻ മുഖരിതമാക്കി തീർത്തപ്പോ തന്നെ സേവിക്കുന്ന സകല ഭക്തജനങ്ങളെയും കാത്തുരക്ഷിച്ചുകൊണ്ട് തന്റെ പരമഭക്തയായിട്ടുള്ള പാഞ്ചാലിയുടെയും പരമഭക്തനായിട്ടുള്ള അർജുനന്റെയും വിവാഹം ആയത് മംഗളമാക്കി തീർത്തുകൊണ്ട് ആയവിടെ സാക്ഷാൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ സത്യഭാമാസമേതം ജ്യേഷ്ഠനായിരിക്കുന്നവരോടും ആ യാദവ സൈന്യത്തോടും കൂടി പാഞ്ചാല രാജധാനിയിൽ വർത്തിക്കുകയുണ്ടായത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ശ്രേഷ്ഠ കലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരാണ കഥാപ്രസംഗ രൂപമായ ഈ കലാരൂപം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഇതിൻ്റെ നല്ലവരായ ഭാരവാഹികളോടും കൂടാതെ ഇത്രയും സമയം സശ്രദ്ധം വീക്ഷിച്ചിരുന്ന നല്ലവരായ ഭക്തജനങ്ങളോടും ഞങ്ങളുടെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത് കലാമണ്ഡലം അനൂപ്, മിഴാവ് കലാമണ്ഡലം വിവേക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മഞ്ഞപ്പുറ വേലമഹോത്സവത്തിൻ്റെ കലാപരിപാടി അതിനുവേണ്ടി ഇന്ന് സാക്ഷാത്കൂത്ത് അവതരിപ്പിച്ച കലാമണ്ഡലം അനൂപിനും കലാമണ്ഡലം വിവേകിനും വേലമഹോത്സവ കമ്മിറ്റിയുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.